we go away and do what everybody does, നാം തിരിച്ചുപോയി എല്ലാവരും ചെയ്യുന്നത് തന്നെ നാമും ചെയ്താൽ, you will go where everyone goes. എല്ലാവരും പോകുന്ന ഇടത്ത് തന്നെ നിങ്ങളും പോകും. So treat this situation that you're going through as though you are participating in a context. Treat the situation as though you are participating in a contest, in a competition. ഒരു മത്സരത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് പോലെ നിങ്ങൾ കടന്നു പോകുന്നതായി ഈ സാഹചര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. One day there was a small group of people in front of me. ഒരിക്കൽ എന്റെ മുമ്പിൽ ഒരു ചെറിയ കൂട്ടം മനുഷ്യർ കൂടി വന്നു. And I asked them, shall I test your intelligence? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ബുദ്ധിശക്തി ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. They said okay. അവർ പറഞ്ഞു ശരി. I asked them, ഞാൻ അവരോട് ചോദിച്ചു, what is your name? നിന്റെ പേരെന്താണ്? They said their names. അവരവരുടെ പേരുകൾ പറഞ്ഞു. The second, then I asked them, what is your age? അതിനുശേഷം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ പ്രായം എത്രയാണ്? Then I asked them, where do you reside? അതിനുശേഷം നിങ്ങൾ എവിടെയാണ് വസിക്കുന്നത്? Then I asked them, what is your mother tongue? ഞാൻ അതിനുശേഷം ചോദിച്ചു, നിങ്ങളുടെ മാതൃഭാഷ ഏതാണ്? So I asked many questions like this. ഞാൻ ഈ പ്രകാരം പല ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു. Then I asked them, what is the first question I asked? അതിനുശേഷം ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണ്? They said, what is your name? അവർ പറഞ്ഞു, എന്താണ് നിങ്ങളുടെ പേര്? I said, no, that's not the first question. The first question is, shall I test your intelligence? ഞാൻ പറഞ്ഞു, അതല്ല ആദ്യത്തെ ചോദ്യം. ഞാൻ നിങ്ങളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഞാൻ നിങ്ങളുടെ ബുദ്ധിശക്തി പരീക്ഷിക്കട്ടെയോ എന്നുള്ളതാണ്. So they were not alert to understand the trick behind the questions I asked them. അവരോട് ചോദിച്ചതായ ആ ചോദ്യങ്ങളുടെ പുറകിലുള്ള ആ തന്ത്രം അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. So we must understand that you have enemies and they are very cunning and wise. We must be alert to see these situations as not as accidents but as wars to take us away from God and use them to go towards God. നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, നമുക്ക് വളരെ ഉപായിയും തന്ത്രശാലിയുമായ ഒരു ശത്രുവുണ്ട്. ഈ നമുക്ക് നേരിടുന്നതായ ഈ സാഹചര്യങ്ങളൊക്കെയും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി അവൻ ഉണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ഇവയെ തന്നെ നാം ദൈവത്തോട് അടുത്തു പോകുവാൻ ഉള്ള ഒരു മാധ്യമമാക്കി അല്ലെങ്കിൽ മുഖാന്തരമാക്കി മാറ്റണം. The Bible said, we read yesterday, if a man does not strive lawfully, he will not win in his wrestling match. ഇന്നലെ നാം വേദപുസ്തകത്തിൽ വായിക്കുകയുണ്ടായി, ഒരുവൻ ചട്ടപ്രകാരം മല്ല് കെട്ടുന്നില്ല എങ്കിൽ അവന് കിരീടം ലഭിക്കുകയില്ല. We'll think we passed and we did well, we might even testify, but in God's scoring book he will say failed. നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, നാം നന്നായി ചെയ്തു, പരീക്ഷ ജയിച്ചു എന്നൊക്കെ നാം ചിന്തിച്ചേക്കാം, അത് അപ്രകാരം സാക്ഷി പറയുകയും ചെയ്തേക്കാം. പക്ഷെ ദൈവത്തിന്റെ മാർക്ക് ഷീറ്റ് നോക്കുമ്പോൾ അവനൊരുപക്ഷെ നാം തോറ്റുപോയി എന്നായിരിക്കാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. Some years ago, ചില വർഷങ്ങൾക്ക് മുമ്പ്, some small children aged between 4 and 5 years underwent a test without their knowing it was a test. ചില 4-5 വയസ്സിന് ഇടയിൽ പ്രായമുള്ളതായ കുട്ടികൾ അവരൊരു പരീക്ഷയിൽ കൂടെ കടന്നു പോകുകയാണ് എന്ന് മനസ്സിലാക്കാത്ത വിധത്തിൽ അവരൊരു പരീക്ഷയിൽ കൂടെ കടന്നുപോയി. One by one they were taken to a room. ഒന്നിനു പുറകെ ഒന്നായി അവരെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. In a saucer, they were made to sit in a chair. A table was in front of them. അവരെ ഒരു കസേരയിൽ ഇരുത്തി, അവരുടെ മുമ്പാകെ ഒരു മേശയുണ്ടായിരുന്നു. And in a saucer, a marshmallow was kept, a sweet was kept in front of them. അവരുടെ മുമ്പിൽ ഒരു ചെറിയ പാത്രത്തിൽ മാഷ്മെലോ എന്ന് പറയുന്ന വളരെ മധുരമുള്ള ഒരു മധുര പലഹാരം വെച്ചിരുന്നു. And they were said, 15 minutes you should not eat that sweet. അവരോട് പറഞ്ഞത് 15 മിനിറ്റ് നിങ്ങളത് മധുര പലഹാരം തിന്നാതിരിക്കണം. If you don't eat that sweet for 15 minutes, after 15 minutes we'll come and give you another marshmallow. 15 മിനിറ്റ് നിങ്ങളത് തിന്നാതിരിക്കുകയാണെങ്കിൽ അതിനുശേഷം ഞങ്ങൾ വന്നിട്ട് മറ്റൊരു മധുര പലഹാരം കൂടെ നിങ്ങൾക്ക് തരാം. So if you control yourself for 15 minutes, instead of one marshmallow you have 2 marshmallows, you can eat both of them. അതായത് 15 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയുമെങ്കിൽ ഒന്നിന് പകരം 2 മധുര പലഹാരം നിങ്ങൾക്ക് തിന്നാം. So the child was left alone in the room and locked outside, and the instructor goes out. ഈ കുട്ടിയെ മുറിക്കുള്ളിലാക്കി ആ മുറി അടച്ച് പൂട്ടിയിട്ട് ആ നിർദ്ദേശം നൽകുന്ന വ്യക്തി പുറത്തുപോയി. And the children did not know that there was a secret camera watching them. This very instructor went to another room and was watching the child's reactions. എന്നാൽ ആ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു ഒരു ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട്. ഇവർക്ക് നിർദ്ദേശം നൽകി ആ വ്യക്തി തൊട്ടടുത്തുള്ള മുറിയിൽ പോയി അവരെ ഈ ക്യാമറയിൽ കൂടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവരറിഞ്ഞില്ല. So one child, for 15 minutes he is
feeling hungry, he wants to have that. So with great sadness, with both his hands like this, he will be watching it 15 minutes. ഒരു കുട്ടി തനിക്ക് വളരെ വിശപ്പുണ്ട്, കഴിക്കണമെന്ന് വളരെ കൊതിയുമുണ്ട്, എന്നാൽ ആ രണ്ട് കൈയും താടിക്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ദുഃഖത്തോടെ അത് നോക്കിയിരിക്കുകയാണ്. Another child will, take that marshmallow, put it in his nose and then sadly keep it back. മറ്റൊരു കുട്ടി ആ മധുരപലഹാരം എടുത്ത് മൂക്കിന്റെ അടുത്ത് കൊണ്ടുവന്ന് മണത്ത് നോക്കിയിട്ട് തിരിച്ചു വെച്ചു. Another child, took a small tip which would seem unnoticeable and put it in his tongue. മറ്റൊരു കുട്ടി അതിന്റെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് തോണ്ടി മറ്റുള്ളവർ കണ്ടാൽ തിരിച്ചറിയാത്ത വിധത്തിൽ ഒന്ന് തൊട്ടു നോക്കി. Another boy, he waited for 5 minutes, then he said, "Who cares?" and took the whole marshmallow and ate it up. മറ്റൊരു കുട്ടി 5 മിനിറ്റ് കാത്തിരുന്നു, ഇനി ഇതാരാ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് താൻ അത് എടുത്തു തിന്നു. But actually this was a test. എന്നാൽ ഇതൊരു പരീക്ഷയായിരുന്നു. Because they observed these same children when they became 20 years old. കാരണം ഇതേ കുട്ടികളെ അവർ 20 വയസ്സായപ്പോൾ വീണ്ടും നിരീക്ഷിച്ചു. And these people who are observing these children noticed that these small children who had learned to control themselves became good children in society. They knew to control themselves at a bigger scale. ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന കുട്ടികളായിരുന്നപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നവർ 20 വയസ്സായപ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഏതൊക്കെ കുട്ടികൾക്ക് തങ്ങളെ തന്നെ നിയന്ത്രിച്ച് നിൽക്കുവാൻ കഴിഞ്ഞുവോ അവർ വലുതായപ്പോൾ അവർ ശ്രേഷ്ഠരായി നല്ലവരായി ഉയർന്ന തലത്തിലും അവർക്ക് അവരെ തന്നെ നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിഞ്ഞു എന്ന്. So they were being watched with a good purpose. They were being watched with a good purpose. അവർ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നിരീക്ഷിച്ചത്. In the same way, God is watching us with a good purpose. അതേ വിധത്തിൽ ദൈവവും നമ്മെ ഒരു നല്ല ഉദ്ദേശത്തോടെ നിരീക്ഷിക്കുന്നു. Even if we are like some of those small children, greedy and weak and angry, no discipline, still he is saying, "Come unto me, I will teach you. Take your yoke upon me." നാമം Take my yoke upon you. ആ കുട്ടികളെ പോലെ നമ്മിൽ ചിലരും കൊതിയുള്ളവരായി, അച്ചടക്കമില്ലാത്തവരായി, കോപിക്കുന്നവരായി അല്ലെങ്കിൽ വിഷമിക്കുന്നവരായി ഒക്കെ കാണപ്പെട്ടാലും നമ്മുടെ കർത്താവ് നമ്മെ നോക്കി പറയുകയാണ്, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുവിൻ, എന്റെ നുകം നിങ്ങളുടെ മേൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. Abraham went through a test. അബ്രഹാം ഒരു പരീക്ഷയിൽ കൂടെ കടന്നുപോയി. God was testing Abraham. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച് ശോധന ചെയ്യുകയായിരുന്നു. He didn't say just take your son. He said take thine only son, thy beloved son, and go and sacrifice him. അബ്രഹാമിനോട് നിന്റെ മകനെ കൊണ്ടുവരിക എന്നല്ല പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ കൊണ്ടുവരിക എന്ന. And God was watching him. ദൈവം തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. Abraham did not know how it's going to finish. He thought he has to sacrifice his son. ഇതെങ്ങനെയാണ് അവസാനിക്കുന്നത് എന്ന് അബ്രഹാമിന് അറിയില്ലായിരുന്നു. താൻ ചിന്തിച്ചത് തന്റെ കുഞ്ഞിനെ തനിക്ക് യാഗമർപ്പിക്കേണ്ടി വരുമെന്ന് തന്നെയാണ്. So when he climbed up the hill, താൻ ആ പർവ്വതം കയറിയപ്പോൾ, when he gathered the firewood, വിറക് ശേഖരിച്ചപ്പോൾ, when he asked his servants to stay back at a certain point, ദാസന്മാരുടെ ഒരു ഭാഗത്ത് നിൽക്കുവാൻ പറഞ്ഞപ്പോൾ, when he took his son, his only begotten son with him, തന്റെ ഏകജാതനായ പുത്രനെ തന്നോടുകൂടെ കൂട്ടിക്കൊണ്ട് മുൻപോട്ട് പോയപ്പോൾ, when the son asked him, "Dad, the firewood is there, the altar is there, where is the sacrifice?" പുത്രൻ പിതാവിനോട് ചോദിക്കുകയാണ്, തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചപ്പോൾ his heart would have broken. തന്റെ ഹൃദയം തകർന്നിരിക്കാം. And then when he took that boy and tied him on the altar, ആ കുട്ടിയെ പിടിച്ച് തന്നെ യാഗപീഠത്തിൽ കിടത്തിയപ്പോൾ, the feelings that welled up in Abraham, God was watching. അബ്രഹാമിന്റെ ഉള്ളിൽ ഉയർന്നതായ വികാരങ്ങൾ ദൈവം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. And when he lifted up his knife for the final stroke, God knew was watching. അവസാനത്തെ ആ വെട്ടിനു വേണ്ടി അബ്രഹാം തന്റെ കത്തി ഉയർത്തിയപ്പോഴും ദൈവം തന്നെ നോക്കിക്കൊണ്ടിരുന്നു. "Stop," God said, and gave him a certificate. "Now I know that you fear me." നിർത്തുക എന്ന് പറഞ്ഞിട്ട് ദൈവം തനിക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. In every trial that you go through, നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പരീക്ഷകളിലും God must give you and me a well done certificate. ദൈവം നിങ്ങൾക്കെല്ലാം നന്നായി ചെയ്തു എന്നുള്ളതായ ഒരു സർട്ടിഫിക്കറ്റ് തരണം. One day one pastor, he had a box of electronic items. ഒരു ദിവസം ഒരു പാസ്റ്ററിന് ഒരു പെട്ടി നിറയെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടായിരുന്നു. And he called a boy who was staying in the faith home. വിശ്വാസ ഭവനത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ആൺകുട്ടിയെ താൻ വിളിച്ചു. "What all do you want? Take everything, anything you want." നിനക്ക് വേണ്ടത് എന്ത് വേണമെങ്കിലും ഇതിൽ നിന്ന് എടുത്തുകൊള്ളുവാൻ പറഞ്ഞു. He took one item.
താൻ ഒരു സാധനം എടുത്തു. Then he took another item. മറ്റൊരു സാധനം എടുത്തു. Both his hands were full. രണ്ട് കൈ നിറഞ്ഞു. So he kept them under his hands. അത് രണ്ട് കക്ഷത്തിൽ വെച്ചു. And then took 2 more items. വീണ്ടും രണ്ട് കാര്യങ്ങൾ കൂടി എടുത്തു. And then he had his hands full. He couldn't take any more. He said, "This is enough." തന്റെ കൈ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ പറയുകയാണ്, മതി, ഇനി എനിക്ക് വേണ്ട. And pastor said, അപ്പോൾ പാസ്റ്റർ പറയുകയാണ്, "Greedy fellow, keep it all and go. I was just testing you," he said. കൊതിയൻ, എല്ലാം തിരിച്ചു വെച്ചിട്ട് നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. "I was just testing you." ഞാൻ നിന്നെ വെറുതെ പരീക്ഷിച്ചതാണ്. So God is testing us. ദൈവം നമ്മെ പരീക്ഷിക്കുന്നു. He is watching us. അവൻ നമ്മെ നിരീക്ഷിക്കുന്നു. He is marking us. അവൻ നമുക്ക് മാർക്കിടുന്നു. And he is trying to promote us. അവൻ നമ്മെ ഉയർത്തുവാൻ പോകുന്നു. Are we aware of this, and are we dealing with our trials with this awareness, with this consciousness? നാം ഇത് തിരിച്ചറിയുന്നുണ്ടോ? നമ്മുടെ പരീക്ഷകൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് നമ്മുടെ മനസ്സാക്ഷിയിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുവോ? In every trial that we pass through, നാം കടന്നു പോകുന്ന ഓരോ പരീക്ഷയിലും as we are listening, we are asking questions to ourselves. നാം കേട്ടുകൊണ്ടിരുന്നത് പോലെ നാം നമ്മോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. When we ask these questions, we become less aware of the others who are involved in the problem, and we become more careful about ourselves in dealing with the problem. നാം ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവരെ കുറിച്ച് നാം അധികം ചിന്തിക്കാത്തവരായി, നമ്മെക്കുറിച്ച് നാം അധികം ബോധവാന്മാരായി തീരുവാനിടയാകും. So there is a key to every problem. എല്ലാ പ്രശ്നത്തിനും ഒരു താക്കോലുണ്ട്. In all your mobile phones there is a key, that is a password or a design or a fingerprint that opens the mobile. നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ തുറക്കേണ്ടതിന് ഒരു താക്കോലുണ്ട്. ഒരുപക്ഷെ ഒരു പാസ്വേഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു വിരലടയാളമായിരിക്കാം. In the same way, in every trial there is a password, as a design, a key that opens it. ഇതുപോലെ ഓരോ പരീക്ഷയിലും അത് തുറക്കേണ്ടതിനായിട്ട് ഒരു താക്കോൽ അല്ലെങ്കിൽ ഒരു പാസ്വേഡ് ഉണ്ട്. When you ask the question why did this happen, you find the key. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ താക്കോൽ കണ്ടെത്താം. You go to God and ask him, "Lord, tell me why did this happen?" Then he'll give you the key. നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ദൈവത്തോട്, ദൈവമേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൻ ആ താക്കോൽ നിങ്ങൾക്ക് കൈമാറും. When you get the answer to the question how, you are executing the key. എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ആ താക്കോൽ പ്രാവർത്തികമാക്കുകയാണ്. I'll give you some examples. ഉദാഹരണങ്ങൾ ഞാൻ പറയാം. Job went through a big trial in his life. ഇയ്യോബ് തന്റെ ജീവിതത്തിൽ ഒരു വൻ പരീക്ഷയിൽ കൂടെ കടന്നുപോയി. The Bible says when he prayed for his friends, God changed his captivity. വേദപുസ്തകം പറയുന്നത് ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. So praying for his friends was the key. സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു താക്കോൽ. He was very concerned about his own children, but now he learned a lesson. Praying for my children is not enough. I must pray for others. തന്റെ മക്കളെ കുറിച്ച് താൻ വളരെ കരുതലുള്ളവനായിരുന്നു. ഇപ്പോൾ താൻ ഒരു പാഠം പഠിച്ചു. എന്റെ മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, മറ്റുള്ളവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടവനാണ്. Hannah had no children for many years. ഹന്നയ്ക്ക് അനേക വർഷങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. It became a big burden in her life and a reproach in her society. തന്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാരവും സമൂഹത്തിൽ തനിക്ക് വലിയൊരു നിന്ദയുമായി തീർന്നു. But when she made a covenant, a consecration, saying, "Lord, if you give me a child, I will hand him over to the ministry." ദൈവത്തോട് താൻ ഒരു ഉടമ്പടി ചെയ്തപ്പോൾ, ഒരു പ്രതിഷ്ഠ നടത്തിയപ്പോൾ, ദൈവമേ നീ എനിക്കൊരു കുഞ്ഞിനെ നൽകുന്നുവെങ്കിൽ നിന്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ സമർപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ, that consecration became a key. ആ പ്രതിഷ്ഠ ഒരു താക്കോലായി മാറി. Because she did not know, but God knew that a boy was needed for the ministry, because the ministry was in backsliding. തനിക്ക് അറിവുണ്ടായിരുന്നില്ല എങ്കിലും ദൈവത്തിന് അറിയാമായിരുന്നു ശുശ്രൂഷ ഒരു പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഒരു ആൺകുട്ടിയെ ആവശ്യമാണ്. So when she found the key, the child was born. താൻ താക്കോൽ കണ്ടുപിടിച്ചപ്പോൾ ആ ശിശു ജനിച്ചു. St. Paul says, വിശുദ്ധ പൗലോസ് പറയുന്നു, I had a problem with my eyes. എന്റെ കണ്ണിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. But when I humbled myself, എന്നാൽ ഞാൻ എന്നെ താഴ്ത്തിയപ്പോൾ, because of the multitude of revelations, so that I might not be lifted up with pride, God allowed this thorn in the flesh. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് ദൈവം എന്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. And when I prayed to him, he said, "My grace is enough for you." ഞാൻ അവനോട് പ്രാർത്ഥിച്ചു,
പ്രാർത്ഥിച്ചപ്പോൾ എന്റെ കൃപ നിനക്ക് മതി എന്ന് അവൻ അരുളി ചെയ്തു. But when I kept humbling myself and realized that my virtual pride, the possibility that I might become proud, was the reason why this was allowed, I humbled myself and God took away that thorn in the flesh. ഇത് വരുന്നതിനുള്ള കാരണം എന്റെ നിഗളം അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള നിഗളമാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ ഞാൻ എന്നെ തന്നെ താഴ്ത്തിയപ്പോൾ ദൈവം ഈ ശൂലം എന്നിൽ നിന്ന് മാറ്റുവാനിടയായി. In Galatians 4 in English, I don't know how it's in Malayalam, he says the thorn that was in my flesh. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നത് എന്റെ ജഡത്തിൽ ഉണ്ടായിരുന്ന ആ ശൂലം എന്നാണ്. So ultimately he used the key, he was delivered. താൻ താക്കോൽ ഉപയോഗിക്കുന്നു, തനിക്ക് വിടുതൽ ലഭിക്കുന്നു. One day God sought to kill Moses, the Bible says. God sought or tried to kill Moses. ഒരിക്കൽ ദൈവം മോശയോട് എതിരിട്ട് അവനെ കൊല്ലുവാൻ നോക്കി എന്നാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. In Exodus chapter 4, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം, while Moses and his wife Zipporah and his son were walking, മോശയും തന്റെ ഭാര്യ സിപ്പോറയും തന്റെ മകനും നടന്നു വരുമ്പോൾ, read verse 24, 24-ാം വാക്യം വായിക്കാം. എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. And it came to pass by the way in the inn that the Lord met him and sought to kill him. The next verse says Zipporah, Moses' wife, knew the reason why. That means Moses became suddenly sick. The Amplified Bible says Moses became very sick, almost died. And at that time Zipporah understood the reason. She found the key, circumcised her son, and then Moses recovered. അടുത്ത വാക്യത്തിൽ സിപ്പോറ അതിന്റെ പരിഹാരം നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. ആംപ്ലിഫൈഡ് ബൈബിൾ അല്ലെങ്കിൽ വിശദീകരിച്ച് എഴുതിയിരിക്കുന്ന ബൈബിളിൽ പറയുന്നത് മോശ രോഗിയായി തീരുന്നു, ഏകദേശം മരിച്ചവനെ പോലെ ആയി തീർന്നപ്പോൾ പെട്ടെന്ന് സിപ്പോറയ്ക്ക് അതിന്റെ കാരണം മനസ്സിലായി. താൻ ഉടനെ ഒരു കത്തിയെടുത്തിട്ട് തന്റെ മകനെ പരിച്ഛേദന ഏൽപ്പിക്കുകയാണ്. And then Moses recovered. അപ്പോൾ മോശയ്ക്ക് സൗഖ്യമുണ്ടായി. So Zipporah found the key. സിപ്പോറ താക്കോൽ കണ്ടുപിടിച്ചു. In 2 Samuel chapter 21 and verse 1. 2 ശമൂവേൽ 21-ന്റെ 1-ാം വാക്യത്തിൽ, In David's days there was a big famine for 3 years. ദാവീദിന്റെ നാടുകളിൽ തുടർച്ചയായി 3 വർഷം ക്ഷാമമുണ്ടായി. And when David asked the Lord why, like you and I are supposed to ask this question, why? David asked the question, why? ദാവീദ് ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ട്? ഞാനും നിങ്ങളും ഇപ്രകാരം എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിക്കുവാൻ ബാധ്യസ്ഥരായിരിക്കുന്നത് പോലെ ദാവീദും ചോദിച്ചു. God gave him the answer. It was because Saul slew the Gibeonites. ദൈവം ഉത്തരം നൽകി, ശൗൽ ഗിബിയോന്യരെ കൊന്നുകളയുക കൊണ്ടത്രേ. So don't be unwise in just looking for deliverance. വിടുതൽ മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ ബുദ്ധിഹീനരായി തീരരുത്. Don't just look for gifted people to get solutions. പരിഹാരം ലഭിക്കേണ്ടതിന് വരപ്രാപ്തരെ അന്വേഷിക്കരുത്. Don't try to break locks illegally. When God has locked you in a situation, go to God for the password. Don't try to break locks with a gifted person. നിയമവിരുദ്ധമായി പൂട്ടുകൾ പൊളിക്കരുത്. ദൈവം നിങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാക്കി പൂട്ടിവെച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും വരപ്രാപ്തരെ വിളിച്ച് നിയമവിരുദ്ധമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് പുറത്ത് ആ പൂട്ട് പൊളിക്കുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. So this is how we have to learn to use wisdom in our daily warfare. ഇപ്രകാരമാണ് നമ്മുടെ ദൈനംദിന യുദ്ധത്തിൽ നാം ജ്ഞാനം ഉപയോഗിക്കുവാൻ പഠിക്കേണ്ടത്. Now we have been asking some questions. We have saw in the past 2 days we saw 5 questions. നാം ചില ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് 5 ചോദ്യങ്ങൾ നാം കണ്ടു. What is a war? എന്താണ് ഒരു യുദ്ധം? Why does God permit wars? എന്തുകൊണ്ട് ദൈവം യുദ്ധങ്ങൾ അനുവദിക്കുന്നു? Who is our enemy? ആരാണ് നമ്മുടെ ശത്രു? Where do we look when we face a battle? നാം ഒരു യുദ്ധം നേരിടുമ്പോൾ നാം എവിടേക്കാണ് നോക്കുന്നത്? How do I fight this battle? എങ്ങനെ ഞാൻ ഈ യുദ്ധം ചെയ്യും? Today, God willing, based on the time given to us, we're going to answer 2 more questions. ഇന്ന് ദൈവം അനുവദിക്കുന്നെങ്കിൽ സമയത്തിനനുസരിച്ച് 2 ചോദ്യങ്ങൾക്ക് കൂടെ ഉത്തരം നമുക്ക് കണ്ടെത്താം. The first of these 2 questions is, that is the 6th question is, which? ഈ 2 ചോദ്യങ്ങൾ, അതായത് 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏത് എന്നുള്ളതാണ്.
That means, which are the tools or the weapons of warfare that we use when we encounter a problem in the New Testament? ഈ പുതിയ നിയമത്തിൽ നമുക്കൊരു പ്രശ്നം നേരിടുമ്പോൾ അതിനെ നേരിടേണ്ടതിനായിട്ട് നാം ഉപയോഗിക്കേണ്ടുന്ന ആയുധങ്ങൾ ഏവ? So just like there are weapons in literal warfare, there are weapons in spiritual warfare also. അക്ഷരിക യുദ്ധത്തിൽ ആയുധങ്ങൾ ഉള്ളതുപോലെ ആത്മീക യുദ്ധത്തിലും ആയുധങ്ങളുണ്ട്. So we are going to look at a few tools or weapons that we have to use when we encounter difficult problems. നാം ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നാം ഉപയോഗിക്കേണ്ടതായ ചില ആയുധങ്ങളെ നാം കണ്ടുപിടിക്കുവാൻ പോകുന്നു. The Bible says that we must put on the whole armor of God. ദൈവവചനം പറയുന്നത് നാം ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളണമെന്നാണ്. It's there in Ephesians chapter 6. എഫേസ്യ ലേഖനം 6-ാം അധ്യായം. However, we are not going to go into the details of those weapons in Ephesians chapter 6. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ആയുധവർഗത്തിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നാം പോകുന്നില്ല. Today we are going to look at some different kinds of weapons that we can use and win our battles. നമുക്ക് യുദ്ധത്തിൽ ഉപയോഗിച്ച് ജയം നൽകുവാൻ പര്യാപ്തമായ മറ്റു ചില ആയുധങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. In Matthew chapter 26 and verse 52. മത്തായിയുടെ സുവിശേഷം 26:52 വായിക്കുമ്പോൾ, there Jesus is giving an advice, an instruction connected with wisdom in war. യുദ്ധത്തിലുള്ള ജ്ഞാനവുമായി ബന്ധപ്പെടുത്തി യേശു അവിടെ ഒരു ഉപദേശം, ഒരു നിർദ്ദേശം നൽകുകയാണ്. യേശു അവനോട്, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും. Then said Jesus unto him, Put up again thy sword into his place, for all they that take the sword shall perish with the sword. Don't use the sword or the weapon of violence in your battles. This is the instruction that Jesus gave. വാൾ ഉപയോഗിക്കരുത്, നിങ്ങൾക്ക് നേരിടുന്ന യുദ്ധങ്ങളിൽ അക്രമം ഉപയോഗിക്കരുത്, ഇതാണ് യേശു നൽകിയ നിർദ്ദേശം. When you scream and shout and get angry, നിങ്ങൾ നിലവിളിക്കുകയും ഒച്ചയിടുകയും കോപിക്കുകയും ചെയ്യുമ്പോൾ, when you assault others physically, നിങ്ങൾ ശാരീരികമായി മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ, some people are very spiritually violent. They'll say, if I keep my hands together and pray, I have 9 gifts of the Spirit, you know what will happen to you? ചിലർ ആത്മീകമായിട്ട് അക്രമം കാണിക്കും. എങ്ങനെയാണെന്നറിയുമോ? എന്റെ കൈ രണ്ടും ചേർത്ത് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കറിയുമോ എനിക്ക് 9 വരങ്ങളുമുണ്ട്, എന്ത് സംഭവിക്കുമെന്ന് ഊഹിച്ചാൽ മതി. God says, don't use these methods. ദൈവം പറയുകയാണ്, ഈ വഴികളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. He that uses these methods will finally succumb to these methods. That means they will turn against you. One day you will die by someone else using that method on you. ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള വഴികൾ ഉപയോഗിക്കുന്നവർ ഒരു ദിവസം ഇതിനാൽ തന്നെ നശിക്കുമെന്നാണ് ദൈവം പറയുന്നത്. അതിന്റെ അർത്ഥം, നിങ്ങൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇങ്ങനെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് അവരിത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അതിനാൽ നശിച്ചു പോകുവാനിടയാകും. So in the problem that you are going through, God's advice for us is, don't use that violence. Put your sword into your sheath and learn war God's way. നിങ്ങൾ കടന്നു പോകുന്ന ആ പ്രശ്നത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം ഇതാണ്: നിങ്ങളുടെ വാൾ അല്ലെങ്കിൽ അക്രമം ഉപയോഗിക്കരുത്, നിങ്ങളുടെ വാള് ഉറയിലിടുക, യുദ്ധം ദൈവത്തിന്റെ വഴിയിൽ പൊരുതുവാൻ നിങ്ങൾ അഭ്യസിക്കുക. Today we are going to see 3 foolish weapons which God is giving into our hands to use in our New Testament wars or personal problems. നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാകുന്ന പുതിയ നിയമത്തിലെ യുദ്ധങ്ങൾക്ക് നാം ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ കയ്യിൽ നൽകുന്ന വെറും ഭോഷത്വമെന്ന് തോന്നുന്ന 3 ആയുധങ്ങളെ കുറിച്ച് നാം കാണുവാൻ പോകുന്നു. God says, my thoughts are not your thoughts. ദൈവം പറയുകയാണ്, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. My way of thinking is different from your human way of thinking. മനുഷ്യരായി നിങ്ങൾ ചിന്തിക്കുന്നതിന് വിഭിന്നമാണ് ദൈവമായി ഞാൻ ചിന്തിക്കുന്നത്. He also says, my ways are not your ways. തുടർന്ന് ദൈവം പറയുകയാണ്, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. That means the methods I use are different from the methods you use. ഞാൻ ഉപയോഗിക്കുന്നതായ ആ വഴികൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വഴികളിൽ നിന്ന് വ്യത്യസ്തമാണ്. So God says, the methods that I'm going to show you, the weapons that I might give you, might be foolish in the sight of human beings, but if you use these, you will win. ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ കാണിക്കുന്ന ആ വിധങ്ങൾ, ഞാൻ നിങ്ങൾക്ക് തരുവാൻ പോകുന്ന ആയുധങ്ങൾ ഒരുപക്ഷെ മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഭോഷത്വമെന്ന് തോന്നിയാലും നിങ്ങൾക്ക് അവയാൽ യുദ്ധത്തിൽ ജയമെടുപ്പാൻ കഴിയും. There was a man who was about 13 feet tall. 15 മുഴം ഉയരമുള്ള
അടി ഉയരമുള്ള ഒരു മനുഷ്യനെ, about 9.5 feet tall. 9.5 അടി ഉയരമുള്ള മനുഷ്യൻ. His name was Goliath. തന്റെ പേര് ഗോലിയാത്ത് എന്നാണ്. And he was fully covered with metal. തന്റെ ശരീരം മുഴുവനും പടയങ്കി ധരിച്ചിരുന്നു, പടച്ചട്ട ധരിച്ചിരുന്നു. The whole army of Israel was afraid of him. മുഴുവൻ ഇസ്രായേൽ സൈന്യവും തന്നെ കണ്ട് ഭയപ്പെട്ടു. But here comes David with 5 stones to kill a man covered with metal. മുഴുവനും ലോഹം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനെ കൊല്ലുവാൻ ദാവീദ് ഇവിടെ 5 കല്ലുമായിട്ട് വരികയാണ്. When David came with 5 stones and a sling, Goliath got insulted. He said, "What do you think, I'm a dog or what? You're insulting me. Why am I covered with metal to face stones?" ദാവീദ് ഈ 5 കല്ലും ഒരു കവണയുമായിട്ട് അവനെതിരെ യുദ്ധം ചെയ്യുവാൻ വന്നപ്പോൾ ഈ ഗോലിയാത്ത് തന്നെ നോക്കി നിന്ദിക്കുകയാണ്, പരിഹസിക്കുകയാണ്. നീ എന്താ ഈ ലോഹം കൊണ്ട് മുഴുവൻ മറച്ചിരിക്കുന്ന എന്നെ കൊല്ലുവാൻ കല്ലുമായിട്ട് വരുന്നത്? ഞാനെന്താ ഒരു നായാണോ? That was God's way. അതായിരുന്നു ദൈവത്തിന്റെ വഴി. By using a stone and a sling, he slew Goliath and made Goliath a fool. താനൊരു കവണയും കല്ലും ഉപയോഗിച്ച് ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞ് ഗോലിയാത്തിനെ ഒരു മണ്ടനാക്കി. When God took Gideon against the Midianites, മിദ്യാന്യർക്ക് എതിരെ ദൈവം ഗിദെയോനെ കൊണ്ടുപോയപ്പോൾ no swords were taken. ഒരു വാൾ പോലും എടുത്തില്ല. No big army was taken. ഒരു വലിയ സൈന്യവും ഉണ്ടായിരുന്നില്ല. Just 300 chosen men. വെറും 300 തിരഞ്ഞെടുക്കപ്പെട്ടവർ. What were their weapons? എന്തായിരുന്നു അവിടെ ആയുധങ്ങൾ? Pitchers and torches and trumpets. കാഹളങ്ങളും കുടവും തീപ്പന്തങ്ങളും. Is this what you use to fight battles? ഇതാണോ യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ? Anyone who watched that scene would have said, "What fools these Israelites are." ആ ഒരു ചിത്രം കാണുന്ന ഏതൊരു വ്യക്തിയും ചോദിക്കും, ഈ ഇസ്രായേൽക്കാർ എന്തൊരു ഭോഷന്മാരാണ്. But that is God. എന്നാൽ അതാണ് യുദ്ധം. That is God. That's the way God works. അങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. When the fortress of Jericho was intact, no one could break it down. യെരിഹോവിന്റെ കോട്ടകൾ അടച്ചുറപ്പിച്ചപ്പോൾ ആർക്കും അത് തകർക്കുവാൻ കഴിയുമായിരുന്നില്ല. God says, "Go around it 13 times in the order that I tell you." ദൈവം പറയുകയാണ്, ഞാൻ പറയുന്നതുവരെ 13 പ്രാവശ്യം അതിനെ ചുറ്റുക. Very foolish strategy. വളരെ ഭോഷത്വമായ ഒരു യുദ്ധതന്ത്രം. But it is these things that the Israelites obeyed and God gave them the victory. എന്നാൽ ഈ കാര്യത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തെ അനുസരിച്ചപ്പോൾ ദൈവം അവർക്ക് ജയം നൽകി. So I'm going to place before you 3 foolish weapons. If we use this, we can get the victory. ഞാൻ നിങ്ങളുടെ മുമ്പാകെ തീർത്ത ബുദ്ധിഹീനമായ 3 ആയുധങ്ങൾ വെക്കുവാൻ പോകുകയാണ്. ഇവ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ജയം എടുക്കാം. The first weapon is called good. The weapon called good. ആദ്യത്തെ ആയുധം നല്ലത് എന്ന് പറയുന്നതാണ്. Romans chapter 12 and verse 23. റോമാലേഖനം 12:23. 12:23. No. Be not overcome of evil, but overcome evil with good. 21. 21. Sorry. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. Be not overcome of evil, but overcome evil with good. Okay. So, good is called a weapon in this verse. നന്മ എന്നുള്ളതിനെ ഈ വാക്യത്തിൽ ഒരു ആയുധമായി പറഞ്ഞിരിക്കുന്നു. This verse doesn't say return good for evil. It says overcome evil. That means good is a weapon. ഇവിടെ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്, തിന്മയെ നന്മയാൽ ജയിക്കുക എന്നാണ്. അതായത് നന്മ എന്നുള്ളത് ഒരു ആയുധമാണ്. When I was young, I had a neighbor who was a non-Christian. ഞാൻ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ, കുട്ടിയായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അക്രൈസ്തവനായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. He said some of the teachings of the Bible are very foolish. താൻ പറയുമായിരുന്നു ബൈബിളിലുള്ള ചില പഠനങ്ങളൊക്കെ വളരെ ഭോഷത്വമാണ്. And he said, Jesus said, if one man slaps you on one cheek, show the other cheek. യേശു പറഞ്ഞു, ഒരുവന്റെ മുഖത്തടിച്ചാൽ മറുഭാഗം മറ്റേ കവിള് കൂടെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. He said that's madness. If you show the other cheek, they'll slap you on that cheek also. താൻ പറയാണ് അത് ഭ്രാന്താണ്. ഇങ്ങനെ ആരെങ്കിലും മറ്റേ കവിള് കൂടെ കാണിച്ചു കൊടുത്താൽ അവിടെയും അടി കിട്ടും. I didn't know to answer him then. എനിക്ക് അപ്പോൾ തന്നോട് ഉത്തരം പറയാൻ അറിയില്ലായിരുന്നു. But later on when I thought, why did God ask us to show the other cheek when a man slaps on one cheek? പിന്നീട് ഞാൻ ചിന്തിച്ചു, ഒരു കവിള് ഒരു അടിക്കുമ്പോൾ മറ്റേ കവിള് കൂടെ കാണിച്ചു കൊടുക്കാൻ എന്തിനായിരിക്കും കർത്താവ് പറഞ്ഞത്? That's not drama. That's so that we might be slapped. അതൊരു നാടകമല്ല നാം അടി മേടിക്കേണ്ടതിനായിട്ട്.
So God is teaching us, this is the attitude that we have to face when we face violence. Use the weapon called good. Allow others to do evil against you. ദൈവം നാം ഉപയോഗിക്കേണ്ടുന്ന മനോഭാവത്തെയാണ് പഠിപ്പിക്കുന്നത്. നമുക്കെതിരെ മറ്റുള്ളവർ അക്രമം ഉപയോഗിക്കുമ്പോൾ, നാം തിന്മ നേരിടുമ്പോൾ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ ദൈവം പഠിപ്പിക്കുകയാണ്. One day one believer shouted at another believer. ഒരു ദിവസം ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ നോക്കി ഒച്ചയിട്ടു. And the other believer who waited for some time, മറ്റേ വിശ്വാസി കുറച്ച് സമയം കാത്തു നിന്നു. Then he told another brother after the episode was over, ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സഹോദരനോട് വിശ്വാസി പറയുകയാണ്, that man kept shouting at me. ആ മനുഷ്യൻ എന്നെ നോക്കി ഒച്ചയിട്ടുകൊണ്ടിരുന്നു. I got an anointing and gave him double, using many words, and he shut his mouth and went off. എനിക്കൊരു അഭിഷേകം വന്നു, താൻ പറഞ്ഞതിന്റെ ഇരട്ടി ഞാൻ അങ്ങോട്ട് പറഞ്ഞു, താൻ വായടച്ചു പോയി. So this is the kind of anointing that we are getting these days to fight our battles. നമ്മുടെ യുദ്ധങ്ങൾ ചെയ്യേണ്ടതിന് ഈ നാളുകൾ നമുക്ക് ലഭിക്കുന്ന അഭിഷേകം ഇങ്ങനെയുള്ളതാണ്. Why is God saying overcome evil with good? എന്തുകൊണ്ടാണ് തിന്മയെ നന്മയാൽ ജയിക്കുക എന്ന് ദൈവം പറയുന്നത്? In that problem that you are facing, നിങ്ങൾ നേരിടുന്ന ആ പ്രശ്നത്തിൽ is someone pressurizing you to do something wrong? എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം ചെയ്യുവാൻ ആരെങ്കിലും നിങ്ങളെ സമ്മർദ്ദം ചെലുത്തുന്നു? Is someone irritating you in some way or the other? ഏതെങ്കിലും ഒരു വിധത്തിൽ ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കുന്നുവോ? In your workplace, are you stressed about something? നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നുവോ? The Bible says, use good as a weapon. ബൈബിൾ പറയുന്നത് നന്മയെ ഒരു ആയുധമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. Why? എന്തുകൊണ്ട്? You are God's chosen child. നിങ്ങൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പൈതലാണ്. So there are evil powers lurking in the darkness, unknown to you, looking for a chance to enter into your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് നിങ്ങൾ അറിയാതെ ഇരുട്ടിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ചില ദുഷ്ടശക്തികളുണ്ട്. That is why the same verse, Romans 12:21 says, അതുകൊണ്ടാണ് അതേ വാക്യം റോമർ 12:21 പറയുന്നത്, it doesn't say openly but discreetly, overcome evil with good. അത് തുറന്ന് പറയുകയല്ല, പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്നത് നന്മയാൽ തിന്മയെ ജയിക്കുക. At the same time, be not overcome of evil means, you take the whole verse, it means don't try to overcome evil with evil. If you overcome evil with evil, you will be overcome of evil. തിന്മയോട് തോൽക്കാതെ എന്നാണ് ആ വാക്യം പറയുന്നത്. അതിന്റെ അർത്ഥം തിന്മയെ തിന്മ കൊണ്ട് കീഴടക്കുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെ തിന്മയെ തിന്മ കൊണ്ട് കീഴടക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ തിന്മയുടെ മുമ്പാകെ നിങ്ങൾ തോറ്റുപോയി എന്നാണ്. One day, one boy came to me, young boy. ഒരിക്കലും യൗവനക്കാരന്റെ അടുക്കൽ വന്നു. He was well built, sturdy. തനിക്ക് നല്ല ശരീരം, ആകാരപുഷ്ടി ഉണ്ടായിരുന്നു. And he said, a gang of rowdies called him and said, why don't you join us, you have a good body. താൻ പറയുകയാണ്, ഒരു കൂട്ടം ഗുണ്ടകൾ അവനെ വിളിച്ചിട്ട് ഞങ്ങളുടെ കൂടെ ചേരുക, നിനക്ക് നല്ല ആരോഗ്യം ഉള്ള ശരീരമുണ്ടല്ലോ എന്ന് പറഞ്ഞു. And he said, no, I am scared. താൻ പറഞ്ഞില്ല, എനിക്ക് പേടിയാണ്. And they told him, no, I will take you to somebody, you give him one blow, after that your fear will go. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ നിന്നെ ഒരാളുടെ അടുത്ത് കൊണ്ടുപോകാം, നീ അവന്റെ അടുത്ത് ഒറ്റയിടി കൊടുത്താൽ മതി, നിന്റെ എല്ലാ ഭയവും പോകും. And he refused and came away. താനത് നിരസിച്ചിട്ട് താൻ അവിടെ നിന്ന് വിട്ടുപോന്നു. But what I realized was, എന്നാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, how will that fear go when he gives one blow? ഒരു ഇടി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഭയം പോകുന്നത്? A wrong kind of confidence and boldness, a wrong spirit will enter into him. Now he becomes a fighter. Oh, I can do this, I succeeded once. തെറ്റായ വിധത്തിലുള്ള ഒരു ആത്മവിശ്വാസവും ധൈര്യവും തന്റെ ഉള്ളിൽ പ്രവേശിക്കും, ഒരു ദുരാത്മാവ് തന്റെ ഉള്ളിൽ പ്രവേശിക്കും. അപ്പോൾ തനിക്ക് തോന്നുകയാണ്, ഞാനൊരു യോദ്ധാവാണ്, എനിക്ക് പോരാടി ജയിക്കാം. So if you try to overcome evil with evil, then an evil spirit will use you or manipulate you or get into you because you used evil as your weapon. നിങ്ങൾ തിന്മയെ തിന്മ കൊണ്ട് നേരിടുകയാണെങ്കിൽ അപ്പോൾ ഒരു ദുരാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കും. കാരണം നിങ്ങൾ തിന്മയെ നിങ്ങളുടെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. Once one believer brother kept complaining to the servant of God. ഒരു വിശ്വാസി തുടർച്ചയായി ശുശ്രൂഷകരോട് പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. My wife is always beating me. എന്റെ ഭാര്യ എപ്പോഴും എന്നെ തല്ലുന്നു. And she didn't do anything. താൻ തിരിച്ചൊന്നും ചെയ്തില്ല. He complained once, he complained twice, he complained 5 times. Finally the servant of God got fed up.
1, 2 അങ്ങനെ 5 പല പ്രാവശ്യം ഈ വ്യക്തി പരാതി പറഞ്ഞു. അവസാനം ശുശ്രൂഷകനും അടുത്തു. And he said, next time your wife beats you, താൻ പറഞ്ഞത് അടുത്ത പ്രാവശ്യം നിന്റെ ഭാര്യ നിന്നെ അടിക്കുമ്പോൾ, only if you beat her back I'll give you communion, he said. നീ തിരിച്ചടിച്ചാൽ മാത്രമേ ഞാൻ നിനക്ക് കർത്തൃമേശ തരൂ. And he did it. താൻ അത് ചെയ്തു. After that the wife didn't beat him. She got nicely. അതിനുശേഷം ഭാര്യ തന്നെ അടിച്ചതേയില്ല, നല്ല സ്വഭാവമായി. So he overcame evil with evil. താൻ തിന്മയെ തിന്മ കൊണ്ട് ജയിച്ചു. Supposing now he's got a good weapon now to control his wife. ഇപ്പോൾ തന്റെ ഭാര്യയെ നിയന്ത്രിക്കാൻ തനിക്ക് നല്ലൊരു ആയുധമുണ്ട്. He might take communion, but will he go to heaven? തനിക്കൊരു പക്ഷേ കർത്തൃമേശ ലഭിച്ചേക്കാം, സ്വർഗത്തിൽ പോകുമോ? That servant of God who gave him that advice could not stand in the ministry. He left. ഇങ്ങനെയുള്ള ഒരു ആലോചന തനിക്ക് പറഞ്ഞു കൊടുത്ത ശുശ്രൂഷകന് പിന്നീട് വേലയിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. So when we retaliate and recompense evil for evil, നാം തിരിച്ചടിച്ച് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുമ്പോൾ, you will notice that some kind of spirit starts dominating your life. ചില വിധത്തിലുള്ള ദുരാത്മാക്കൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. If you have extreme anger, നിങ്ങൾക്ക് വളരെയധികം കോപമുണ്ടെങ്കിൽ, when that anger comes you can't control it. കോപം വരുമ്പോൾ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. You throw whatever is in your hand, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ എടുത്തെറിയുന്നു, or you feel like banging your head on the wall, അല്ലെങ്കിൽ തല കൊണ്ടുപോയി ഭിത്തിയിൽ ഇടിപ്പിക്കുവാൻ തോന്നുന്നു, or you take a hot spoon and put it on your child, അല്ലെങ്കിൽ ചൂടുള്ള ഒരു സ്പൂൺ എടുത്ത് കുട്ടിയുടെ മേത്ത് കുത്തുന്നു, or you look for a knife to cut yourself, ഒരു കത്തിയെടുത്ത് നിങ്ങളെ മുറിവേൽപ്പിക്കുവാൻ നോക്കുന്നു, or you grit your teeth when you get angry, നിങ്ങൾ കോപം വരുമ്പോൾ പല്ല് കടിക്കുന്നു, or you like to sit in the darkness, അല്ലെങ്കിൽ ഇരുട്ടിൽ ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു, or you go into silent mode for hours and days, മണിക്കൂറുകളോ ദിവസങ്ങളോ നിങ്ങൾ നിശബ്ദമായിരിക്കുന്നു, or you're looking to be alone, you won't talk to anybody, നിങ്ങൾ ഏകാന്തതയിലിരുന്ന് ആരോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല, or you become paranoid, you're suspicious of everyone, you think negatively about everyone around you, നിങ്ങൾ എല്ലാവരെ കുറിച്ചും സംശയമുള്ളവരെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കുറിച്ച് നിങ്ങൾ നിഷേധാത്മകമായി ചിന്തിക്കുന്നു. and because of that you start accusing everybody around you. You see everything in the negative sense. People talking ordinary things, you'll be suspicious they're talking about you. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും കുറ്റം പറയുകയാണ്, നിങ്ങളെ ചുറ്റുപാടുമുള്ള എല്ലാവരെയും നിങ്ങൾ സംശയത്തോടെ വീക്ഷിക്കുന്നു. മനുഷ്യർ തമ്മിൽ സാധാരണ കാര്യങ്ങൾ പറയുമ്പോൾ പോലും നിങ്ങൾ ചിന്തിക്കുകയാണ് അവർ നിങ്ങളുടെ കുറ്റം പറയുകയാണ് എന്ന്. You start accusing and finding fault with everyone. No one is right. Believers are not right, servants of God not right, even God is not right. എല്ലാവരുടെ മേൽ കുറ്റം കണ്ടുപിടിച്ച് എല്ലാവരുടെ മേലും കുറ്റം ആരോപിക്കുന്നു. വിശ്വാസികൾ ശരിയല്ല, വേലക്കാർ ശരിയല്ല, ദൈവവും ശരിയല്ല. Realize then that some spirit is manipulating you. അപ്പോൾ മനസ്സിലാക്കണം, ഏതോ ഒരു ദുരാത്മാവ് നിങ്ങളെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. Demons also have their ways of convincing you that what you are saying and thinking and doing is right. നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും ശരിയാണ് എന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുവാൻ പിശാചുക്കൾക്കും അവയുടേതായ വഴികളുണ്ട്. This is why this weapon called good is so important. അതുകൊണ്ടാണ് നന്മ എന്നുള്ള ആയുധം വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. When you are patient, നിങ്ങൾ സഹിഷ്ണുതയുള്ളവരായിരിക്കുമ്പോൾ, when you forgive others, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ, when you yield to others and look forward for peace, for the sake of peace you yield, സമാധാനത്തിന് വേണ്ടി നിങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരാകുമ്പോൾ, or you initiate or take the first step towards reconciliation, നിരപ്പ് പ്രാപിക്കുവാനുള്ള ആദ്യത്തെ ചുവട് നിങ്ങൾ വെക്കുമ്പോൾ, when you take the blame on yourself even though you are innocent, നിങ്ങൾ നിഷ്കളങ്കരാണെങ്കിലും ആ കുറ്റം നിങ്ങളുടെ മേൽ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, when you love your enemies, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ, when you bear injustice, നിങ്ങൾ അന്യായം സഹിക്കുമ്പോൾ, when you show mercy to others, മറ്റുള്ളവരോട് ദയ കാണിക്കുമ്പോൾ, all these are coming under the weapon called good. ഇവയെല്ലാം നന്മ എന്ന ആയുധത്തിന്റെ കീഴിൽ വരുന്നവയാണ്. When you use this weapon called good, നന്മ എന്നുള്ള ആയുധം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, many bad things will continue to happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ പല മോശമായ കാര്യങ്ങൾ തുടർന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. People might continue to hurt you for some time. കുറച്ചു നാളുകൾ കൂടെ മനുഷ്യർ നിങ്ങളെ തുടർന്നും വേദനിപ്പിച്ചേക്കാം, മുറിവേൽപ്പിച്ചേക്കാം. You may even start shouting at me and saying, this brother preached all this, I'm practicing, what's happening? It's getting worse and worse. ഒരുപക്ഷെ നിങ്ങൾ എന്റെ നേരെ ചൂടായേക്കാം, ഈ സഹോദരൻ ഇത് പ്രസംഗിച്ച് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പരിശീലിക്കുവാൻ നോക്കിയത്, ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൂടുതൽ മോശമാവുകയാണല്ലോ. The oppressor is winning. The oppressor, the one who oppresses me, he is winning. എന്നെ പീഡിപ്പിക്കുന്നവനാണ് ജയിക്കുന്നത്. I have lost. എനിക്ക് നഷ്ടങ്ങളാണ്. Don't
don't be in a hurry. നിങ്ങൾ ധൃതി പിടിക്കരുത്. Keep believing. I'm not preaching myself. I'm preaching from the Bible. Good is a weapon. വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ സ്വയമായി പ്രസംഗിക്കുന്നതല്ല, ബൈബിളാണ് പറയുന്നത്. നന്മ എന്നുള്ളത് ഒരു ആയുധമാണ്. Although on the outside it might look as though the problem is unsolved, it's getting worse, the enemy is winning over you. ഒരുപക്ഷെ ബാഹ്യമായി നോക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല, എല്ലാം മോശമാകുകയാണ്, ശത്രു നിങ്ങളുടെ മേൽ ജയമെടുക്കുകയാണ് എന്ന് തോന്നിയാലും, on the other side you must use your wisdom and see those evil spirits that are lurking in the darkness, that are trying to gain access into your life, have not gained access into your life. You cannot be manipulated. Even though you are the underdog, that means you seem to fail, you are in God's control. നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുവാൻ പ്രവേശിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദുരാത്മാക്കൾക്കൊന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിന് അവയ്ക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്നില്ല. കാര്യങ്ങൾ മോശമാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ പോലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. You have closed your door to the enemy. നിങ്ങൾ ശത്രുവിന് നിങ്ങളുടെ വാതിൽ അടച്ചു കളഞ്ഞിരിക്കുന്നു. See, that is why the Bible says, when you go through controversial or contradictory situations in your life where there seems to be no justice, the Bible says, consider him, consider Jesus. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വൈരുദ്ധ്യാത്മകമായ സാഹചര്യങ്ങൾ കൂടെ നിങ്ങൾ കടന്നുപോയി, നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ സാഹചര്യങ്ങളിൽ പോലും യേശുവിനെ ധ്യാനിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്നത്. Why? എന്തുകൊണ്ട്? When you look at the crucifixion of Jesus, യേശുവിന്റെ ക്രൂശീകരണത്തെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, there is no justice there. അവിടെ യാതൊരു ന്യായവുമില്ല. He did not hang there for 5 hours and then suddenly he got a strength and he came out and he became the world's hero. Nothing like that happened. He died. 5 മണിക്കൂർ അവിടെ തൂങ്ങിക്കിടന്നു, അതിനുശേഷം പെട്ടെന്ന് താൻ പുറത്തു വന്നിട്ട് ജയമെടുത്ത് അങ്ങനെ ലോകത്തിന്റെ ഒരു വീരനായി താൻ മാറിയില്ല, താൻ മരിച്ചുപോയി. So the crucifixion teaches like that. You think of me. I went through contradiction for your sake. You go through contradiction for your own sake. ക്രൂശീകരണം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ട് അല്ലെങ്കിലുള്ള ഒരു കഷ്ടം അനുഭവിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു നിഷേധാത്മകമായ അവസ്ഥ നിങ്ങൾ സഹിക്കുക. Jesus said, the prince of this world cometh and he has nothing in me. യേശു പറഞ്ഞു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ ഒന്നുമില്ല. The prince of this world will send his cohorts, that means his accomplices, his juniors, to try to gain control of you, but because you use this weapon of good, you also can say, the prince of this world cometh, but he has nothing in me. ഈ ലോകത്തിന്റെ പ്രഭു അവന്റെ താഴെയുള്ള ദുരാത്മാക്കളെ അയക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടതിനായിട്ട്. പക്ഷെ നിങ്ങൾ ഈ യുദ്ധതന്ത്രം ഉപയോഗിച്ചതുകൊണ്ട് അവർക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്കും പറയാം, ലോകത്തിന്റെ പ്രഭു വരുന്നു, പക്ഷെ അവന് എന്നിൽ ഒന്നുമില്ല. So don't overcome evil with evil. Don't look for vengeance. Use the weapon of good. Be his child. തിന്മയെ തിന്മ കൊണ്ട് ജയിക്കരുത്, പ്രതികാരം ചെയ്യരുത്, അവന്റെ പൈതലായി നന്മ കൊണ്ട് ജയിക്കുക. When your situation is prolonging and it's been months and years and nothing seems to happen, think of Jesus who was crucified. Nothing good happened on the cross. നിങ്ങളുടെ പ്രതികൂല സാഹചര്യം നീണ്ടുപോയി മാസങ്ങളും വർഷങ്ങളുമായി പരിണമിക്കുമ്പോൾ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ആ ബുദ്ധിമുട്ട് അനുഭവിച്ച കഷ്ടം അനുഭവിച്ച് യേശുവിനെ നിങ്ങൾ ധ്യാനിപ്പിൻ. Now we are going to go through the second foolish weapon. ഇപ്പോൾ നാം രണ്ടാമത്തെ ഭോഷത്വപരം അല്ലെങ്കിൽ ബുദ്ധിഹീനമായ ആയുധത്തിലേക്ക് പോകുന്നു. The second foolish weapon is the truth. രണ്ടാമത്തെ ബുദ്ധിഹീനമായ ആയുധം സത്യമാണ്. In John chapter 8 and verse 32, യോഹന്നാൻ 8:32, Jesus said, ye shall know the truth and the truth shall make you free. യേശു പറയുകയാണ്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. One thing that we must know is that the kingdom of Satan is founded on lies. Is founded. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, പിശാചിന്റെ രാജ്യം എന്നുള്ളത് ഭോഷ്കിന്മേലാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. He builds his kingdom and he progresses through lies. താൻ തന്റെ രാജ്യത്തെ പണിയുകയും പുരോഗമിക്കുകയും ചെയ്യുന്നത് ഭോഷ്കിൽ കൂടാണ്. He is called the father of lies and he thrives and wins by lies. താൻ ഭോഷ്കിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. താൻ അത് നിമിത്തം പോരാടുകയും ജയിക്കുകയും
വിശ്വസിക്കുകയും ചെയ്യുന്നു. The whole world is believing those lies. മുഴു ലോകവും ആ ഭോഷ്ക് വിശ്വസിക്കുന്നു. One wise man said, ഒരു ജ്ഞാനിയായ മനുഷ്യൻ പറഞ്ഞു, when you tell a lie loud enough and long enough, നിങ്ങളൊരു ഭോഷ്ക് ഉച്ചത്തിലും ദീർഘമായും പറയുമ്പോൾ people will come to believe it. മനുഷ്യർ അത് വിശ്വസിക്കും. And finally, when the person who speaks the truth comes and tells the truth, he will look like a liar. എന്നാൽ സത്യം പറയുന്ന മനുഷ്യൻ അവസാനം വന്ന് സത്യം പറയുമ്പോൾ കേൾക്കുന്നവരോർക്കും ഇവനാണ് നുണയൻ. Today, the whole world is believing the lies of Satan, and that is why when we speak the truth, they are laughing at us. അതുകൊണ്ടാണ് ഇന്ന് മുഴു ലോകവും സാത്താന്റെ ആ ഭോഷ്ക് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നാം സത്യം പറയുമ്പോൾ അവർ നമ്മളെ പരിഹസിച്ച് ചിരിക്കുന്നു. For example, ഉദാഹരണമായി, if you say, in the beginning God created the heaven and the earth, the world will say that's foolishness. Man evolved from a monkey. Or the Big Bang theory is the truth. നിങ്ങൾ പറയുകയാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും എന്ന് സൃഷ്ടിച്ചാൽ അവർ നിങ്ങളെ നോക്കി പരിഹസിച്ചിട്ട് പറയും അത് മണ്ടത്തരമാണ്, മനുഷ്യൻ കുരങ്ങ് പരിണമിച്ചുണ്ടായതാണ്. Many are saying the Bible is full of errors. പലരും പറയുന്നത് ബൈബിൾ മുഴുവൻ തെറ്റാണെന്നാണ്. Why? എന്തുകൊണ്ട്? Because they believe the lies that so-called science is presenting to them, and they want to accuse the Bible and find every little loophole to say this is a lie, it's a contradiction, this is an error, and so on. ഇപ്രകാരമുള്ള വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഭോഷ്ക് കൊണ്ടുവരുന്നതായ ശാസ്ത്രത്തെ അവർ വിശ്വസിച്ചുകൊണ്ട് ബൈബിൾ പറയുന്ന സത്യങ്ങളെ അവർ തെറ്റാണ്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെയൊരു വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിനെ അവർ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നു. Listen to this carefully. ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. Because the kingdom of Satan is founded on lies and thrives by lies. സാത്താന്റെ രാജ്യം ഭോഷ്കിന്മേൽ അടിസ്ഥാനമിട്ട് ആ ഭോഷ്കിൽ വളരുന്നത് കൊണ്ട് അല്ലെങ്കിൽ പോരാടുന്നത് കൊണ്ട് the truth is dangerous to Satan. സത്യം എന്നുള്ളത് പിശാചിന് അപകടകരമാണ്. The truth when spoken and pronounced shatters the foundations of Satan. സത്യം പറയുകയും സത്യം ഉച്ചരിക്കുകയും ചെയ്യുമ്പോൾ സാത്താന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. That is why Jesus said, when you know the truth, this truth will liberate you from the kingdom of Satan, from the lies that he has made you believe, convinced you of till now. അതുകൊണ്ടാണ് യേശു പറഞ്ഞ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. എവിടെ നിന്നോ നിങ്ങൾ വിശ്വസിച്ച ആ പിശാചിന്റെ ആ ഭോഷ്കിൽ നിന്നും അവന്റെ രാജ്യത്തിൽ നിന്നോ. When you confess your sins, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ you are confessing the truth. നിങ്ങൾ സത്യം ഏറ്റുപറയുകയാണ്. That is what Jesus says in the Bible, confess your sins, don't hide your sins, you won't prosper. അതുകൊണ്ടാണ് യേശു ബൈബിളിൽ പറയുന്നത് നിങ്ങളുടെ പാപം മറച്ചു വെക്കരുത്, പാപം ഏറ്റുപറയണം, മറച്ചു വെച്ചാൽ നിങ്ങൾക്ക് ശുഭം വരികയില്ല. When you utter the promises in your prayers, you are confessing the truth. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ വാഗ്ദത്തങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ സത്യം ഉച്ചരിക്കുകയാണ്. So when you confess the promises in your prayer, you must believe that you are shattering the foundations of the kingdom of Satan. നിങ്ങളുടെ പ്രാർത്ഥനകൾ വാഗ്ദത്തങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പിശാചിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുകയാണ്. The Bible that you hold in your hands is so powerful, it contains the truth, and when you speak the truth, it shatters the foundations of the earth. നിങ്ങളുടെ കൈകളിൽ പിടിച്ചിരിക്കുന്ന ബൈബിൾ വളരെ ശക്തിയുറ്റതാണ്, കാരണം അതിൽ സത്യം അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആ സത്യം പറയുമ്പോൾ അത് സാത്താന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുക്കുന്നു. When you turn to Daniel chapter 10, ദാനിയേൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ there an incident takes place. അവിടെ ഒരു സംഭവം നടക്കുന്നു. Daniel was fasting and praying about the future of Israel. ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. For 3 weeks he ate no heavy food. 3 ആഴ്ച താൻ കട്ടിയായ ആഹാരമൊന്നും കഴിച്ചില്ല. And while he was praying, എന്തിനായിരുന്നു താൻ പ്രാർത്ഥിച്ചത്? The answer came. ഉത്തരം വന്നു. An angel brought the answer. ഒരു ദൂതൻ ഉത്തരം കൊണ്ടുവന്നു. But when the answer was coming down, എന്നാൽ ഉത്തരം ഇറങ്ങി വരുമ്പോൾ Daniel was in Persia. ദാനിയേൽ പാർസി രാജ്യത്തായിരുന്നു, not in Israel. ഇസ്രായേൽ ആയിരുന്നില്ല. And the prince that was ruling, the evil spirit that was ruling Persia,
intercepted this parcel or the answer that the angel was bringing and fought with that angel saying, no, it should not reach Daniel. പാർസി രാജ്യത്തിന്റെ പ്രഭു അല്ലെങ്കിൽ പാർസി രാജ്യത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആ ദുഷ്ടശക്തി ഈ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുന്ന ആ പൊതിയെ കൊണ്ടുവന്ന ദൂതനെ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ്, പറ്റില്ല, ഇത് അവിടെ കൊണ്ടുപോകുവാൻ സാധിക്കില്ല. But we read finally Michael the angel intervened and the parcel came down and reached Daniel. എന്നാൽ തുടർന്ന് നാം വായിക്കുമ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ സഹായിക്കാൻ വന്നതായിട്ടും ആ ഉത്തരം ദാനിയേലിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതായി നമുക്ക് കാണാം. That parcel of the answer that the angel brought has a name. ദൂതൻ കൊണ്ടുവന്ന ആ പൊതിക്ക് ഒരു പേരുണ്ട്. Daniel chapter 10 and verse 21. ദാനിയേൽ 10:21. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. But I will shew thee that which is not noted in the scripture of truth. The scripture of truth. സത്യഗ്രന്ഥം. And then in 11:2 again the angel says, I will show you the truth. 11:2 ദൂതൻ വീണ്ടും പറയുകയാണ്, ഞാൻ നിന്നെ സത്യം കാണിക്കാം. What is this truth? എന്താണ് ഈ സത്യം? They are historical facts about the near future in Daniel's time and about the distant future that goes beyond his time. ദാനിയേലിന്റെ കാലത്തുള്ള സമീപ ഭാവിയെക്കുറിച്ചും തന്റെ കാലശേഷമുള്ള വിദൂര ഭാവിയെക്കുറിച്ചുമുള്ള ചരിത്ര സത്യങ്ങളാണ് അവയിൽ അടങ്ങിയിരുന്നത്. In fact, that scripture of truth is actually Daniel chapter 11. വാസ്തവത്തിൽ ആ സത്യഗ്രന്ഥം എന്ന് പറയുന്നത് ദാനിയേൽ 11-ാം അധ്യായമാണ്. So it contains many things that were going to happen after Daniel's days, and it goes far into the future, even into our time and beyond our time. As you read the end of the chapter 11, you will see it. ദാനിയേലിന്റെ കാലത്തിലും കാലത്തിന് ശേഷവും ഉള്ള ആ സമീപ ഭാവിയിലും വിദൂര ഭാവിയിൽ എന്തിന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും നിറവേറുവാനുള്ള പല കാര്യങ്ങൾ 11-ാം അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. Now what you must understand is this. നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്. That scripture of truth contained historical events or prophetical events about literal Israel. ആ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരുന്നത് അക്ഷരിക ഇസ്രായേലിനെ കുറിച്ചുള്ള ചരിത്രപരമായ നിറവേറുവാനുള്ള സത്യസംഭവങ്ങളാണ്. If the ruling prince of an empire, remember it was the Persian king empire that was in power those days. If the prince that ruled the world those days, the prince of Persia, could come and intercept that parcel and say, no, you don't take that, for about literal events that are going to take place. ആ കാലത്ത് ലോകം ഭരിച്ചിരുന്നത് പാർസി സാമ്രാജ്യമാണ്. ആ പാർസി സാമ്രാജ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ആ ദുഷ്ടശക്തിക്ക്, ആ പിശാചിന് അക്ഷരികമായി ഇസ്രായേലിൽ സംഭവിക്കുവാൻ പോകുന്ന ചരിത്രപരമായ ആ സത്യങ്ങളാകുന്ന ആ പുതിയ തടുത്ത് നിർത്തുവാൻ തക്കവണ്ണമുള്ള ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ, if the fasting of Daniel and the receiving of literal or historical truth could stir up a war in the heavenly places. ദാനിയേലിന്റെ ഉപവാസവും അത് നിമിത്തം തനിക്ക് ലഭിക്കേണ്ടതായ ചരിത്രപരമായ ആ സത്യങ്ങളും സ്വർഗത്തിൽ അല്ലെങ്കിൽ ഉയരത്തിൽ ഒരു യുദ്ധത്തെ ഉരുവാക്കിയെങ്കിൽ, we have come to a time when many truths are going to be revealed. നാം വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനേക സത്യങ്ങൾ വെളിപ്പെടുവാൻ പോകുന്നു. Many secret truths are going to be revealed. അനേക രഹസ്യ സത്യങ്ങൾ വെളിപ്പെടുവാൻ പോകുന്നു. In the next chapter, in Daniel chapter 12, അടുത്ത ദാനിയേൽ 12-ാം അധ്യായത്തിൽ Daniel wrote down many things and heard many things which he himself did not understand. ദാനിയേൽ കേട്ടതും രേഖപ്പെടുത്തിയതുമായ പല കാര്യങ്ങൾ തനിക്ക് പോലും മനസ്സിലായില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. So the Bible says he asked God, Lord, I don't understand these things. What is all this? ബൈബിൾ പറയുന്നത് ദാനിയേൽ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എനിക്കിത് മനസ്സിലാകുന്നില്ല, എന്താണിവ? And the Bible says God told Daniel, go thy way, Daniel. That means, sorry, I'm not going to tell it to you. It's sealed. The explanation will be given in the time of the end. ദൈവം ദാനിയേലിനോട് പറയുകയാണ്, ദാനിയേലേ, നിന്റെ വഴിക്ക് പോയിക്കൊള്ളുക, അത് മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം വരുവാൻ പോകുന്ന കാലത്ത് മാത്രമേ വെളിപ്പെടുകയുള്ളൂ. In the time of the end. അവസാന കാലത്ത് മാത്രം. Read Daniel 12:8 and 9. ദാനിയേൽ 12:8-9 വായിക്കാം. ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ, പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. And I heard, but I understood not. Then said I, O my Lord, what shall be the end of these things?
And he said, "Go thy way, Daniel, for the words are closed up and sealed till the time of the end." The prince of Persia knew if Daniel knows the truth about the future, they'll be encouraged. So he tried to hinder that truth. പാർസി രാജ്യത്തിന്റെ പ്രഭു അറിഞ്ഞിരുന്നു, ദാനിയേൽ സത്യം അറിഞ്ഞാൽ അവർ അത് നിമിത്തം പ്രചോദിതരായി തീരും. അതുകൊണ്ട് അവൻ ആ സത്യത്തെ തടുത്തു നിർത്തുവാൻ ശ്രമിക്കുകയാണ്. Dear child of God, പ്രിയ ദൈവ പൈതലേ, the prince of this world knows that if you know the truth, it will liberate you. ഈ ലോകത്തിന്റെ പ്രഭുവിന് അറിയാം, നിങ്ങൾ സത്യം അറിഞ്ഞാൽ അത് നിങ്ങളെ സ്വതന്ത്രരാക്കും. Every promise in the word of God is yea and amen. ദൈവവചനത്തിലുള്ള സകല വാഗ്ദത്തങ്ങളും ഉവ്വ് എന്നും ആമേൻ എന്നുമാകുന്നു. If you believe that truth and confess the truth, നിങ്ങൾ ആ സത്യം വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്താൽ he will know it will shatter the devil will know it will shatter his foundations. പിശാചിന് അറിയാം അവന്റെ അടിസ്ഥാനങ്ങളെ അത് ഇളക്കുമെന്ന്. That's why he'll convince you of lies. അതുകൊണ്ടാണ് അവൻ നിങ്ങളെ ഭോഷ്ക് വിശ്വസിക്കുമാറാക്കുന്നത്. And he will bring about situations which you will see and you will think that is the truth. അവൻ പല സാഹചര്യങ്ങൾ ഒരുക്കും, അത് നിമിത്തം നിങ്ങൾ ചിന്തിക്കും ഇത് തന്നെയാണ് സത്യം. But like we heard yesterday, എന്നാൽ നാം ഇന്നലെ കേട്ടതുപോലെ, may God raise us to that higher ground where lies are seen as lies and the truth is seen as the truth. ഭോഷ്കിനെ ഭോഷ്കായും സത്യത്തെ സത്യമായും കാണുവാൻ കഴിയുന്ന ആ ഉന്നത ഗിരിയിലേക്ക് ദൈവം നമ്മെ ഉയർത്തുമാറാകട്ടെ. The truth is hard. സത്യം കഠിനമാണ്. The truth is bitter. സത്യം കയ്പുള്ളതാണ്. The truth is costly. സത്യം വിലയുള്ളതാണ്. The truth is precious. സത്യം വിലയേറിയതാണ്. That's why the Bible says, buy the truth. Don't not get the truth, but buy the truth. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, സത്യം വാങ്ങുക, സത്യം ലഭിക്കുന്നതല്ല, സത്യം വാങ്ങണം. That means you have to pay a price to get that truth, to make it your own. അതിന്റെ അർത്ഥം ആ സത്യം നിങ്ങളുടെ സ്വന്തമാക്കി മാറ്റേണ്ടതിന് നിങ്ങൾ ഒരു വില കൊടുക്കേണ്ടതായി വരും. So God will take you through certain paths. ദൈവം നിങ്ങളെ ചില പാതകളിൽ കൂടെ നടത്തും. But when you cooperate with God, എന്നാൽ നിങ്ങൾ ദൈവവുമായി സഹകരിക്കുമ്പോൾ, and when you learn your lessons well, നിങ്ങളുടെ പാഠങ്ങൾ ശരിയായി നിങ്ങൾ പഠിക്കുമ്പോൾ, then you are buying that truth, it becomes yours. അപ്പോൾ നിങ്ങൾ ആ സത്യം വില കൊടുത്ത് വാങ്ങുകയാണ്. ഇപ്പോൾ അത് നിങ്ങളുടെ സ്വന്തമാണ്. That is what is written in Deuteronomy 29:29. അതാണ് ആവർത്തന പുസ്തകം 29:29 എഴുതിയിരിക്കുന്നത്. The secret things belong unto the Lord our God, but those things which are revealed belong unto us and to our children forever, that we may do all the words of this law. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൽ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. There are secret things that belong only to the Lord. ദൈവത്തിന് മാത്രമുള്ള മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. But the things which are revealed belong to us. എന്നാൽ വെളിപ്പെട്ടിരിക്കുന്നവ നമുക്കുള്ളതാണ്. So the trials and the difficulties that we are going through are teaching us precious lessons. Those precious lessons are truths. And because you went through those trials, when you teach the truth to others, it becomes part of God's power. നാം കടന്നു പോകുന്ന ആ യുദ്ധങ്ങൾ അല്ലെങ്കിൽ പരീക്ഷകൾ എന്നുള്ളത് നമ്മെ വിലയേറിയ സത്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ വിലയേറിയ സത്യങ്ങൾ നമുക്ക് പാഠങ്ങളായി മാറുകയാണ്. അത് നാം പഠിച്ച് അത് മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ അത് നമുക്ക് സ്വന്തമായി മാറുന്നു. Some people's truth, what is that? ചില മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ സത്യം എന്താണ്? After 40 years, be very careful, some disease will come to you. 40 വയസ്സ് കഴിഞ്ഞാൽ വളരെ സൂക്ഷിക്കണം, എന്തെങ്കിലുമൊക്കെ അസുഖം വരും. But the Bible says they shall be fat and flourishing in old age. വേദപുസ്തകം പറയുന്നത് വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്നാണ്. Some people will say, don't go to the ministry, ചിലർ പറയും, വേലയ്ക്ക് പോകുകയേ ചെയ്യരുത് കേട്ടോ. It's not like before, ഇത് പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ. Some people will say, servants of God will preach, they don't have a family. You must be wise. ചിലർ പറയും, സുവിശേഷ വേലക്കാർക്ക് പ്രസംഗിക്കാലോ, അവർക്ക് കുടുംബമൊന്നുമില്ല, നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം. So these are not truths, these are lies of Satan. ഇത് സത്യമല്ല, ഇത് പിശാചിന്റെ നുണയാണ്. So we can become Satan's tools to convince others logically that what we say is logical and the truth. നാം പറയുന്നത് സത്യമാണെന്ന് മറ്റുള്ളവരെ ബുദ്ധിപരമായി വിശ്വസിപ്പിക്കുവാൻ കഴിയുന്ന പിശാചിന്റെ ആയുധങ്ങളായി നാം മാറിയേക്കാം. But if you buy the truth of the scriptures, എന്നാൽ നാം തിരുവചനത്തിലെ സത്യങ്ങളെ വില കൊടുത്ത് വാങ്ങിയാൽ, you will shatter the foundations of Satan in your life. സാത്താന്റെ അടിസ്ഥാനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുലുക്കുവാനിടയാകും. One day, one demon-possessed woman came
was brought for prayer to one of us, the servants of God. ഒരിക്കൽ ഒരു പിശാച് ബാധിതയായ യുവതിയെ ഒരു ശുശ്രൂഷന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി കൊണ്ടുവന്നു. And when he went to lay hands on her, തന്റെ കൈ അവളുടെ മേൽ വെക്കുവാൻ ചെന്നപ്പോൾ she threatened the pastor. താൻ പാസ്റ്ററിനെ ഭീഷണിപ്പെടുത്തി. You touch me, I'll expose all your secrets. നീ എന്നെ തൊട്ടാൽ നിന്റെ സകല രഹസ്യങ്ങളും ഞാൻ വിളിച്ചു പറയും. The pastor hesitated. പാസ്റ്റർ ഒന്ന് മടിച്ചു. Because everybody has faults. കാരണം എല്ലാവർക്കും കുറവുകൾ ഉണ്ടല്ലോ. So what should I do now? ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? Suddenly the truth came. പെട്ടെന്ന് സത്യം വന്നു. Who shall lay anything to the charge of God's elect? ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? It is Christ that died. ക്രിസ്തുവാണ് മരിച്ചത്. It is God that justified. ദൈവമാണ് നീതീകരിക്കുന്നത്. So that pastor didn't even lay hands on the woman. He just spoke these words. That woman fell down, the demon left her. പാസ്റ്റർ തന്റെ കൈ അവളുടെ മേൽ വെച്ചതുപോലുമില്ല. താൻ ഈ വാക്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾ താഴെ വീണു, ഭൂതം വിട്ടുപോയി. Ye shall know the truth and the truth shall set you free. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. Now we are going to go to the third weapon. ഇപ്പോൾ നാം മൂന്നാമത്തെ ആയുധത്തിലേക്ക് പോകുന്നു. Remember, we are answering the question, which weapons are we going to use? ഏത് ആയുധങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. I'm presenting to you 3 foolish weapons. 3 ബുദ്ധിഹീനമായ ആയുധങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. The first foolish weapon is good. ഒന്നാമത്തെ ബുദ്ധിഹീനമായ ആയുധം നന്മയാണ്. The second foolish weapon is truth, because the world calls this truth as foolishness. രണ്ടാമത്തെ ബുദ്ധിഹീനമായ ആയുധം സത്യമാണ്, കാരണം ലോകം ഈ സത്യത്തെ ഭോഷത്വമെന്ന് പറയുന്നു. The third foolish weapon is the cross. മൂന്നാമത്തെ ബുദ്ധിഹീനമായ ആയുധം ക്രൂശാണ്. 1 Corinthians 1:18. 1 കൊരിന്ത്യർ 1:18. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. For the preaching of the cross is to them that perish foolishness, but unto us which are saved it is the power of God. The preaching of the cross is foolishness. ക്രൂശിന്റെ വചനം ഭോഷത്വമാണ്. For those who perish, it's foolishness. നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്. If we say Jesus died for you, it's foolishness. യേശു നിങ്ങൾക്കായി മരിച്ചു എന്ന് പറയുമ്പോൾ അത് ഭോഷത്വമാണ്. But for us who believe, എന്നാൽ വിശ്വസിക്കുന്ന നമുക്കോ it's the power of God. അത് ദൈവശക്തിയാകുന്നു. Now what I'm going to say is very deep, but you can understand it, and if you understand it, use it. This cross is going to become a powerful weapon for you. ഞാൻ പറയുവാൻ പോകുന്നത് വളരെ ആഴത്തിലുള്ളതാണ്, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങളത് മനസ്സിലാക്കിയാൽ അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ക്രൂസ് എന്നുള്ളത് നിങ്ങൾക്കൊരു വളരെ ശക്തിയേറിയ ഒരു ആയുധമായി മാറുവാൻ പോകുന്നു. When this verse speaks of the preaching of the cross, there are 2 crosses involved. ക്രൂസിന്റെ വചനം അല്ലെങ്കിൽ ക്രൂസിന്റെ സുവിശേഷം എന്ന ഈ വാക്യം പറയുമ്പോൾ 2 ക്രൂസുകൾ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. One is the cross on which Jesus died. ഒന്ന് യേശു മരിച്ചതായ ക്രൂശാണ്. The second is the cross on which you have to carry and ultimately be crucified on. രണ്ടാമത്തേത് നിങ്ങൾ ചുമക്കേണ്ടതും അവസാനം നിങ്ങളെ ക്രൂശിക്കേണ്ടതുമായ ക്രൂശാണ്. So eventually both these crosses are going to come together. അവസാനം ഈ 2 ക്രൂശുകളും ഒന്നായി വരും. So we are going to see how we have to use this cross in our lives. ഈ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നാം കാണുവാൻ പോകുന്നത്. How will it feel when someone you like, when someone you trust double crosses you or betrays you? How will you feel? നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആശ്രയിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിച്ചാൽ, നിങ്ങളെ ചതിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? People whom you call your family, who are outside your family circle, but you treat them as part of your family. നിങ്ങളുടെ കുടുംബത്തിന് പുറത്തുള്ളവരെ നിങ്ങളുടെ സ്വന്തം കുടുംബമായി കരുതി ആദരിക്കുന്ന നിങ്ങൾ, people whom you looked up to as saints, വിശുദ്ധന്മാർ എന്ന് കരുതി നിങ്ങൾ നോക്കിയ പലരും, when such people rise up against you and speak against you and misunderstand you, how will it feel? അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് എതിരെ എഴുന്നേറ്റ് നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കുകയും നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും?
It is very painful and heartbreaking, isn't it? അത് വളരെ വേദനാജനകവും ഹൃദയം തകർക്കുന്നതുമാണ്, അല്ലേ? If Goliath rises against David, David can kill Goliath. ദാവീദിനെതിരെ ഗോലിയാത്താണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ദാവീദിന് ഗോലിയാത്തിനെ കൊല്ലാം. But when his own son Absalom rises up against David, what can David do? He's helpless. He has to walk away. തന്റെ സ്വന്തം മകനായ അബ്ശാലോം ദാവീദിനെതിരെ എഴുന്നേൽക്കുമ്പോൾ ദാവീദ് എന്ത് ചെയ്യും? അവൻ നിസ്സഹായനായി അവൻ പുറത്തു പോയേ തീരൂ. When you go through such paths, അങ്ങനെയുള്ള പാതകൾ കൊണ്ട് നിങ്ങൾ കടന്നു പോകുമ്പോൾ, the paths of reproach, the paths of betrayal, നിന്ദയുടെയും ഒറ്റിക്കൊടുക്കുന്നതിന്റെയും പാതകൾ, remember Jesus went through the same path. ഓർക്കണം, യേശുവും അതേ പാതയിൽ കൂടെ കടന്നുപോയി. For me, the saddest verse in the Bible is contained in John chapter 1 verses 10 and 11. എന്നെ സംബന്ധിച്ച് ബൈബിളിലെ ഏറ്റവും ദുഃഖകരമായ വചനമെന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 1:10-11. Read that please. ദയവായിട്ട് അത് വായിക്കണം. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. He was in the world, and the world was made by him, and the world knew him not. He came unto his own, and his own received him not. How sad. എത്ര ദുഃഖകരം. Jesus came to his own. അവൻ സ്വന്തമായതിലേക്ക് വന്നു. And he said, I am your maker, I am your creator. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സൃഷ്ടാവാണ്, ഞാൻ നിങ്ങളെ ഉരുവാക്കിയവൻ. I made this world, I made this country of Israel. ഞാൻ ഈ ലോകത്തെ ഉളവാക്കി, ഞാനാണ് ഇസ്രായേലിനെ ഉളവാക്കിയത്. I am the owner of Israel, I am the God of Israel. ഞാനാണ് ഇസ്രായേലിന്റെ യജമാനൻ, ഞാനാണ് ഇസ്രായേലിന്റെ ദൈവം. I made each one of you, you belong to me. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് നിങ്ങൾ എനിക്കുള്ളതാണ്, You are mine. നിങ്ങൾ എന്റേതാണ്. What did his own say? അവന്റെ സ്വന്തം എന്താണ് പറഞ്ഞത്? Away with him, crucify him. അവനെ നീക്കിക്കളയുക, അവനെ ക്രൂശിക്കുക. His own received him not. അവന്റെ സ്വന്തമായവരോ അതിനെ കൈക്കൊണ്ടില്ല. Now the Bible says we are called to follow the footsteps of Jesus. വേദപുസ്തകം പറയുന്നത് യേശുവിന്റെ കാൽച്ചുവടുകളെ നാം പിന്തുടരേണ്ടവരാണ്. So we will also have to go through these paths where we are rejected by people whom we looked up to, whom we called our own. നാമും അതുകൊണ്ട് ഇപ്രകാരമുള്ള പാതകൾ കൊണ്ട് കടന്നു പോകണം. നാം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത് നമ്മുടെ സ്വന്തമെന്ന് കരുതിയ മനുഷ്യർ തന്നെ നമ്മെ തള്ളിക്കളയുന്ന ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ കൂടെ നാം കടന്നു പോകണം. When that happens, അത് സംഭവിക്കുമ്പോൾ don't be in a hurry and say, I'm not going to come to church anymore. What kind of people are these? And don't walk away. നിങ്ങൾ ധൃതി പിടിച്ചിട്ട് ഞാനിനി സഭയിലൊന്നും വരുന്നില്ല, ഇതെന്തൊരു മനുഷ്യരാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി പോകരുത്. That's not wisdom in war, that's foolishness in war. അത് യുദ്ധത്തിലെ ജ്ഞാനമല്ല, അത് യുദ്ധത്തിലെ ഭോഷത്വമാണ്. It is in seasons and times like this that you have to use this weapon called the cross. ഇങ്ങനെയുള്ള സമയങ്ങളിലും കാലങ്ങളിലുമാണ് ക്രൂശ് എന്നുള്ള ആയുധം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. We all know that a crucifixion must take place in our life. The Bible says that we must be crucified. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൂശീകരണം നടക്കണം, നിങ്ങൾ ക്രൂശിക്കപ്പെടണം എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. This crucifixion must take place in 3 steps. ഈ ക്രൂശീകരണം 3 പടികളിൽ ചുവടുകളിൽ നടക്കണം. 1. In Luke 9:23 we are advised to take up our crosses. ലൂക്കോസ് 9:23 നിങ്ങളുടെ ക്രൂശ് എടുക്കുവാൻ പറഞ്ഞിരിക്കുന്നു. Read Luke 9:23. ലൂക്കോസ് 9:23. അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. 9:23 Luke. And he said unto them all, If any man will come after me, let him deny himself and take up his cross daily and follow me. Let him take up his cross. അവൻ തന്റെ ക്രൂശ് എടുക്കട്ടെ. That's step 1. അത് ഒന്നാമത്തെ ചുവട്. What is this taking up cross? It's not a wooden cross. അത് ഈ കുരിശെടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു തടി കൊണ്ടുള്ള കുരിശല്ല. It's not a literal cross. അതൊരു അക്ഷരിക കുരിശല്ല. Taking up your cross means developing a willingness to suffer. ക്രൂശ്, നിങ്ങളുടെ കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കുവാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. This is very important in fighting your battles. നിങ്ങളുടെ യുദ്ധത്തിൽ പോരാടുവാൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. So step 1, using the cross as your weapon, develop a willingness to suffer. ഒന്നാമത്തെ ചുവട് ക്രൂശ് ഒരു ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് സഹിക്കുവാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുക. 2, the Bible exhorts us,
be crucified. രണ്ട്, ബൈബിൾ നമ്മെ പ്രബോധിപ്പിക്കുന്നത് ക്രൂശിക്കപ്പെടുക എന്നാണ്. That means allow that, don't just be willing to suffer. When the suffering comes, allow it in your life. നിങ്ങൾ സഹിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. നിങ്ങൾ ആ സഹിക്കുവാനുള്ള കാര്യം വരുമ്പോൾ നിങ്ങൾ അതിനെ സമർപ്പിച്ചു കൊടുക്കണം. Maybe God is chastising you. ഒരുപക്ഷെ ദൈവം നിങ്ങളെ ശിക്ഷിക്കുകയായിരിക്കാം. Maybe He is taking you through that hard path to teach you certain lessons. ചില പാഠങ്ങൾ പഠിക്കുവാനായിട്ടായിരിക്കാം ദൈവം നിങ്ങളെ കഠിനമായ പാതകൾ കൂടെ നടത്തുന്നത്. But remember, He has allowed that particular person to rise up against you. എന്നാൽ ഓർത്തുകൊള്ളണം, ആ വ്യക്തി നിങ്ങൾക്ക് വിരോധമായിട്ട് എഴുന്നേൽക്കുവാൻ കാരണമാക്കിയത്, അനുവദിച്ചത് ദൈവമാണ്. So one, be willing to suffer. Two, allow that suffering to enter into your practical life. ഒന്ന്, സഹിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കുക. രണ്ട്, ആ സഹിക്കുവാനുള്ള കാര്യം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുക. When I was 25 years old, എനിക്ക് 25 വയസ്സായ ഉണ്ടായിരുന്നപ്പോൾ my father was sick and was in his deathbed. എന്റെ പിതാവ് രോഗിയായി മരണക്കിടക്കയിലായി. And one elder sister came to, we were fighting for his life. ഞങ്ങൾ തന്റെ ജീവന് വേണ്ടി പോരാടുകയായിരുന്നു. And one elder sister came. അപ്പോൾ ഒരു മുതിർന്ന സഹോദരി വന്നു. And she said, surrender him to God. താൻ പറയുകയാണ്, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. If it is God's will, let him give him back. If it is God's will, let him take him away. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചു തരട്ടെ, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ദൈവം ചേർത്ത് കൊള്ളട്ടെ. It's very difficult for a son to say, Lord, if it's your will, take him away. ഒരു മകനെ സംബന്ധിച്ച് ദൈവഹിതമാണെങ്കിൽ, ദൈവമേ നീ എന്റെ പിതാവിനെ ചേർത്തുകൊള്ളുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. But I obeyed what that sister said. എന്നാൽ ആ സഹോദരി പറഞ്ഞത് ഞാൻ അനുസരിച്ചു. And I said, Lord, if it is your will, give him back. If it is your will, take him. ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചു തരിക, നിന്റെ ഹിതമാണെങ്കിൽ അദ്ദേഹത്തെ ചേർത്തുകൊള്ളുക. And it was God's will to take him. എന്നാൽ തന്നെ ചേർക്കുക എന്നുള്ളതായിരുന്നു ദൈവഹിതം. But I realized that I did not experience the sorrow that I thought I would experience. He gave me courage and boldness and grace. ഞാൻ അനുഭവിക്കേണ്ടി വരും, എനിക്കുണ്ടാകുമെന്ന് കരുതിയ ആ ദുഃഖം ദൈവം എനിക്ക് അനുവദിച്ചില്ല. അതിനെ നേരിടുവാൻ ആവശ്യമായ ധൈര്യവും ഉറപ്പും ദൈവം എനിക്ക് തന്നു. Not only that, Jesus took that place of the Father and He kept me better than my earthly father could keep me. അത് മാത്രമല്ല, യേശു ആ പിതാവിന്റെ സ്ഥാനം ഏറ്റെടുത്തിട്ട് അക്ഷരികമായ പിതാവ് എന്നെ കരുതുന്നതിനേക്കാൾ അവൻ എന്നെ കരുതി. So take up your cross, that means be willing to suffer. നിങ്ങളുടെ കുരിശെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സഹിക്കുവാൻ ഒരുക്കമുള്ളവരാകുക. To allow that suffering to come into your practical life, that means be crucified. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ആ കഷ്ടം വരുവാൻ നിങ്ങൾ അനുവദിക്കുക, അല്ലെങ്കിൽ സമർപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ക്രൂശിക്കപ്പെടുക. 3, be crucified with Christ. 3, ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുക. That means don't be crucified alone, be crucified with Christ. That means realize that Jesus himself went through that pain that you are going through. നിങ്ങൾ തനിയല്ല ക്രൂശിക്കപ്പെടേണ്ടത്, ക്രിസ്തുവിനോട് കൂടെയാണ് ക്രൂശിക്കപ്പെടേണ്ടത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ കടന്നു പോകുന്ന അതേ വേദനയിൽ കൂടെ യേശുവും കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. Jesus was never sick, but he knows what physical pain is. യേശു ഒരിക്കലും രോഗിയായിട്ടില്ല, പക്ഷെ ശാരീരികമായ വേദന എന്താണ് എന്ന് അവൻ അറിഞ്ഞു. Jesus knows what loneliness is. എന്താണ് ഏകാന്തത എന്നുള്ളത് യേശുവിന് അറിയുമായിരുന്നു. Jesus knows what shame is. എന്താണ് നാണം അല്ലെങ്കിൽ ലജ്ജ എന്ന് യേശു അറിയുമായിരുന്നു. Jesus knows what reproach is. എന്താണ് നിന്ദ എന്ന് യേശു അറിഞ്ഞിരുന്നു. Jesus knows what injustice is. എന്താണ് അന്യായം എന്നുള്ളത് യേശു അറിഞ്ഞു. Jesus knows what rejection is. എന്താണ് തള്ളപ്പെടൽ എന്നുള്ളത് യേശു അറിഞ്ഞു. That is why the Bible says he was tempted in all points as we are. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് അവൻ നമ്മെ പോലെ എല്ലാ വിധത്തിലും പരീക്ഷിക്കപ്പെട്ടവനത്രേ. So which means when you go through a trial, a difficult situation, Jesus went through that same situation. So be crucified and be crucified with him. That means identify your pain with his pain. നിങ്ങൾ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ യേശുവിനോട് കൂടെ നിങ്ങൾ ക്രൂശിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ കടന്നു പോയ അതേ വേദനയിൽ കൂടി യേശുവും കടന്നു പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനായി നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുക, അവനോടുകൂടെ ക്രൂശിക്കപ്പെടുവാൻ സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. Here is the important point. ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. If you really love Jesus, നിങ്ങൾ യഥാർത്ഥമായി യേശുവിനെ സ്നേഹിച്ചാൽ, when you identify your pain with his pain, നിങ്ങളുടെ വേദന അവന്റെ വേദനയായി നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, there's no more pain after that. അതിനുശേഷം പിന്നീട് വേദനയൊന്നുമില്ല. I just give you an example. ഞാനൊരു ഉദാഹരണം പറയാം. Supposing
you are imprisoned for the cause of Christ. നിങ്ങൾ ക്രിസ്തു നിമിത്തം നിങ്ങളെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നു എന്ന് കരുതുക. Or for some unjust reason you are falsely accused and sent to jail. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അന്യായമായി നിങ്ങൾ ചെയ്യാത്തൊരു കാരണം നിമിത്തം നിങ്ങളെ തെറ്റായ വിധത്തിൽ കുറ്റം ആരോപിച്ച് നിങ്ങളെ ജയിലിൽ അടച്ചിരിക്കുന്നു. The people around you are thugs and smugglers and kidnappers and murderers. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ കള്ളന്മാരും കൊള്ളക്കാരും കവർച്ചക്കാരും ഒക്കെയാണ്. And you're wondering, how can I face society after this? നിങ്ങൾ ചിന്തിക്കും, ഇതിനുശേഷം ഞാൻ എങ്ങനെ സമൂഹത്തെ നേരിടും? Why is this happening to me? ഇതെന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നു? While you're thinking like that, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ suddenly you see me stepping into the jail. I'm brought by 2 policemen and pushed into the same jail. പെട്ടെന്ന് 2 പോലീസുകാർ എന്നെ പിടിച്ചുകൊണ്ട് വന്ന് ജയിലിനകത്തേക്ക് തള്ളിയിടുകയാണ് എന്ന് കരുതുക. Your sorrow will instantaneously turn into joy. നിങ്ങളുടെ ദുഃഖം പെട്ടെന്ന് സന്തോഷമായി മാറും. After that, even if you're in the jail, after that for some time also you will say, I'm not bothered. അതിനുശേഷം നിങ്ങൾ കുറച്ചധികം നാൾ ജയിലായാലും നിങ്ങൾ പറയും അസാരമില്ല. The entry of a loved one into your scene has transformed the scene from a sorrowful situation to an ecstatic situation. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവേശനം ആ ചിത്രത്തിലേക്ക് വരുമ്പോൾ വളരെ ദുഃഖകരമായിരുന്ന ആ സാഹചര്യം വളരെ സന്തോഷമുളവാക്കുന്നതായി മാറിയതായി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. This is the experience of being crucified with Christ. ഇതാണ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുക എന്നുള്ളതിന്റെ അർത്ഥം. Your sorrow is turned into joy. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. You know, I'm not speaking philosophy. I've tasted this in my life. ഞാൻ തത്വം പറയുകയല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത് അനുഭവിച്ചിട്ടുണ്ട്. I have gone through all kinds of trial, and for every trial that God has permitted in my life, whatever it is, loss or pain or chastisement, everything is making me better and better. When I'm crucified with Him, I know Him better, I love Him better. ഞാൻ എല്ലാ വിധത്തിലുള്ള പരീക്ഷകൾ കൂടെ എന്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. കഷ്ടത്തിൽ കൂടെയും ബുദ്ധിമുട്ടിൽ കൂടെയും ശിക്ഷയിൽ കൂടെയും ഏതിൽ കൂടെയും ആയിക്കൊള്ളട്ടെ, അതിൽ കൂടെ എല്ലാം കടന്നു പോകുമ്പോൾ അവൻ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം എന്നെ ഒരു കൂടുതൽ നല്ല വ്യക്തിയായി മാറ്റുവാൻ വേണ്ടിയുള്ളതാണ് എന്ന് ഞാൻ തിരിച്ചറിയുവാനിടയായി. Has a cross been laid on your shoulders? ഒരു ക്രൂശ് നിങ്ങളുടെ തോളിൽ വെച്ചിരിക്കുന്നുവോ? Don't lay it down. Use it. Be crucified on it. Be crucified with Christ on it. നിങ്ങൾ അത് താഴെ ഇടരുത്. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുവാൻ അത് ഉപയോഗിക്കുക. One Roman soldier of the 1st century, 1-ാം നൂറ്റാണ്ടിലെ ഒരു റോമൻ സൈനികൻ, he made a comment about the Christian martyrs of his days. തന്റെ നാടുകളിലുള്ള ക്രൈസ്തവ രക്തസാക്ഷികളെ കുറിച്ച് താൻ ഇപ്രകാരം പ്രസ്താവിച്ചു. He said, Christians are not only willing to die, they are happy to die. ക്രിസ്ത്യാനികൾ മരിക്കുവാൻ ഒരുക്കമാണ് എന്ന് മാത്രമല്ല, മരിക്കുവാൻ അവർക്ക് സന്തോഷവുമാണ്. Why? എന്തുകൊണ്ട്? Because they used this cross as a weapon. കാരണം ഇവർ ഈ ക്രൂശിനെ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചു. The cross brought them very close to Jesus. ആ ക്രൂശ് അവരെ ക്രിസ്തുവിനോട് വളരെ അടുത്ത് കൊണ്ടുവന്നു. Acts chapter 5, and I think it's verse 41, they counted it a privilege to suffer for Jesus. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം, ക്രിസ്തുവിന് വേണ്ടി അപമാനം സഹിക്കുന്ന അല്ല കഷ്ടം അനുഭവിക്കുന്നതിൽ അവർ സന്തോഷിച്ച് അതൊരു ഭാഗ്യമായിട്ട് അവർ കരുതി. While we are asking questions, why is God doing this to me? The same disciples, the disciples who went through worse problems than we are going through, are saying, thank God for these problems. We are counted worthy to suffer for Jesus. എന്തുകൊണ്ടാണ് ദൈവമേ ഞങ്ങളെ ഇത് അനുഭവിക്കുമാറാക്കിയത് എന്ന് നാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതേസമയം നമ്മൾ അനുഭവിച്ചതിനേക്കാൾ കൂടിയ കാര്യങ്ങൾ അനുഭവിച്ച യേശുവിന്റെ കാലത്തെ ശിഷ്യന്മാർ അവർ പറയുകയാണ്, കർത്താവേ, നിന്റെ നാമനിമിത്തം കഷ്ടം സഹിപ്പാൻ ഞങ്ങളെ യോഗ്യരായി എണ്ണിയതിന് നിനക്ക് നന്ദി. Okay, now we'll come to the last question, when? ഇപ്പോൾ നാം അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്, എപ്പോൾ? There is a timing associated with our problems. നമ്മുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. That means, God is doing things or taking us through these paths to synchronize us with His big plan. ദൈവം നമ്മെ ഈ പാതകൾ കൂടെ നടത്തിക്കൊണ്ടു പോകുന്നത് നിമിത്തമായിട്ട് അവന്റെ വലിയ പദ്ധതിയുമായി നാം ഏകീഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. A couple of years ago, ചില വർഷങ്ങൾക്ക് മുൻപ്, while I was preaching this message in my church, ഞാൻ ഈ ദൂത് എന്റെ സഭയിൽ പ്രസംഗിക്കുമ്പോൾ, in perfect timing, I got a call from a sister in Saudi Arabia. കൃത്യമായ ആ സമയത്ത് തന്നെ സൗദി അറേബ്യയിലുള്ള സഹോദരി എന്നെ ഫോൺ വിളിച്ചു. She had a dream in the morning.
രാവിലെ താൻ ഒരു സ്വപ്നം കണ്ടു. She said, I have never seen or heard anything like this. ഞാൻ ഒരിക്കലും ഇപ്രകാരം ഒന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. She said, I heard a verse in my dream, Job 24:1. I don't even know what it means. ഞാൻ എന്റെ സ്വപ്നത്തിൽ ഒരു വാക്യം കേൾക്കുകയാണ്. യോഹന്നാൻ Job. ഇയ്യോബ് 24:1. Read that verse, please. ആ വാക്യം വായിക്കാം. Why, seeing times are not hidden from the Almighty, do they that know him not see his days? സർവശക്തൻ ശിക്ഷാസമയങ്ങളെ നിയമിക്കാത്തതും അവന്റെ ഭക്തന്മാർ അവന്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതും എന്ത്? The meaning of this, I'll rephrase this verse. ഞാൻ ഈ വാക്യത്തെ മറ്റു വാക്കുകളിൽ പറയാം. The verse says, you know that God controls the times and the seasons. ദൈവമാണ് സമയങ്ങളെയും കാലങ്ങളെയും നിയമിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നു. Knowing that you know this God who controls the times and the seasons, why don't you know that judgment is coming? കാലങ്ങളെയും സമയങ്ങളെയും നിയമിക്കുന്നതും ദൈവമാണ് എന്ന് തിരിച്ചറിയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് വിസ്താര ദിവസങ്ങൾ വരുന്നു എന്നുള്ളത് അറിയാതിരിക്കുന്നത്? So history is being controlled by a clock in heaven. ചരിത്രം എന്നുള്ളത് സ്വർഗ്ഗത്തിലുള്ള ഒരു ഘടികാരത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. In Acts chapter 1, അപ്പോസ്തല പ്രവൃത്തി 1, I think it's verse 6 and 7. 6ഉം 7ഉം വാക്യങ്ങളാണെന്ന് തോന്നുന്നു. The Bible speaks of the things that the Father has put in his hands, the times and the seasons. പിതാവ് തന്റെ അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് പറയുന്നു. In verse 6 the disciples are asking, Lord, when will you restore the kingdom of Israel? 6ാം വാക്യത്തിൽ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവേ, നീ എപ്പോഴാണ് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്? And verse 7 Jesus responds, it's not for you to know the times and the seasons which the Father has put in his hands. 7ാം വാക്യത്തിൽ യേശു പറയുകയാണ്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയും സമയങ്ങളെയും അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. That means there's a clock in the Father's hands in heaven, and this world is running based on the clock. Times and seasons will change based on the clock. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്, സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കയ്യിൽ ഒരു ഘടികാരമുണ്ട്. ഈ ലോകത്തിലെ സമയങ്ങളും കാലങ്ങളും ഒക്കെ മാറി മാറി വരുന്നത് അതിനനുസരിച്ചാണ്. അതിന് ദൈവം വരുന്നതിനനുസരിച്ച് മാറ്റങ്ങളും ഉണ്ടാകും. Because it's time, I'll just give you the references. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ വാക്യങ്ങൾ മാത്രം പറയാം. Galatians 4:4 says, ഗലാത്യർ 4:4 പറയുന്നത്, that Jesus was born based on that clock. യേശു ആ ഘടികാരത്തിനനുസരിച്ചാണ് ജനിച്ചത്. Jesus was not born in some accidental moment. His birth was timed. യേശു ഏതെങ്കിലും ഒരു ആകസ്മികമായ സമയത്തല്ല ജനിച്ചത്, കൃത്യമായ സമയത്താണ്. അതിന്റെ സമയം വന്നപ്പോൾ ആണ് ജനിച്ചത്. Same way, when Jesus had to turn water into wine, he said, my time has not yet come, which means to do that miracle, the Father had to specify the time. വെള്ളം വീഞ്ഞാക്കേണ്ടുന്ന സമയം വന്നപ്പോൾ യേശു പറയുകയാണ്, എന്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ താൻ വെള്ളം വീഞ്ഞാക്കേണ്ടുന്ന സമയം പിതാവ് നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. So God is moving us according to the times and the seasons. ദൈവം നമ്മെ സമയങ്ങൾക്കും കാലങ്ങൾക്കും അനുസരിച്ചാണ് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. And we have to be synchronized with those times. നാം ആ കാലങ്ങളുമായി ഏകീഭവിക്കണം. Now many changes are going to take place in the world and in the church. ലോകത്തിലും സഭയിലും അനേക വ്യതിയാനങ്ങൾ വരുവാൻ പോകുന്നു. Many good things are going to happen, many bad things are going to happen in the world and in the church. ലോകത്തിലും സഭയിലും അനേക നല്ല കാര്യങ്ങളും അനേക മോശം കാര്യങ്ങളും സംഭവിക്കുവാൻ പോകുന്നു. Many good things are going to happen, many bad things are going to happen in India also. ഇന്ത്യയിലും പല നല്ല കാര്യങ്ങളും പല ചീത്ത കാര്യങ്ങളും സംഭവിക്കുവാൻ പോകുന്നു. It's going to happen in Kerala also. കേരളത്തിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. God is going to move the world and certain things are going to take place. ദൈവം ഈ ലോകത്തെ ഇളക്കുവാൻ പോകുകയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും. Based on the clock in his hand. അവന്റെ കയ്യിലുള്ള ഘടികാരത്തെ ആസ്പദമാക്കി. So the trials that we are going through is moving us to synchronize with Christ. നാം കടന്നു പോകുന്ന പരീക്ഷകൾ നമ്മെ അതുമായിട്ട് ഏകീഭവിപ്പിക്കുകയാണ്. So the trials are communicating to us saying, come with me. Christ is speaking through his trials. Come with me, join with me, run with me, be synchronized with me. പരീക്ഷകൾ നമ്മോട് പറയുകയാണെങ്കിൽ അതിൽ കൂടെ ക്രിസ്തു നമ്മോട് പറയുകയാണ്, എന്റെ അടുക്കലേക്ക് വരിക, എന്നോട് കൂടെ ഓടുക, ഞാനുമായി ഒന്നായി തീരുക, എന്നോട് ഏകീഭവിക്കുക. For example, ഉദാഹരണമായി, if you look at the foolish virgins, ബുദ്ധിയില്ലാത്ത കന്യകമാരെ നോക്കിയാൽ, they went looking for oil. അവർ എണ്ണ അന്വേഷിച്ചു പോയി. It is good to look for oil. എണ്ണ അന്വേഷിക്കുന്നത് നല്ലത് തന്നെ. But they looked for the oil in the wrong time. എന്നാൽ അവർ എണ്ണ അന്വേഷിച്ചത് തെറ്റായ സമയത്താണ്. It was a right thing, a wrong time, too late. അത്
It was a right thing done at the wrong time. അവര് അത് ചെയ്തത് ശരിയായ കാര്യമാണ്, പക്ഷെ ചെയ്തത് തെറ്റായ സമയത്താണ്. It was too late. അത് വളരെ ലേറ്റ് ആയി പോയി. So they were not synchronized with God. അവർ ദൈവവുമായിട്ട് ഏകീഭവിച്ചില്ല. Therefore they were foolish. അതുകൊണ്ട് അവർ ബുദ്ധിഹീനരായി In തീർന്നു. the same way, our trials are, God is trying to move us. We are lagging behind in so many things. അതുകൊണ്ട് നമ്മുടെ പരീക്ഷകൾ കൊണ്ട് ദൈവം നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നാം പിന്നിലായി പോയിരിക്കുന്നു. So through these trials and difficult situations, God is pushing us and waking us and saying, come with me, join with me. I'm going to do some things in this world. You must be behind me. Don't get ruined by these incidents. നമുക്ക് നേരിടുന്ന പരീക്ഷകളുടെ ബുദ്ധിമുട്ടുകളുടെ സാഹചര്യങ്ങൾ കൊണ്ട് ദൈവം നമ്മെ തള്ളുകയാണ്. അവൻ നമ്മോട് പറയുകയാണ്, വേഗം വരി, എന്നോട് ഒന്ന് ചേർന്ന് എന്റെ കൂടെ വരിക. കാരണം ഈ ലോകത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങൾ പുറകിലായി പോയിട്ട് അതോട് ചേർന്ന് നിങ്ങൾ നശിച്ചു പോകുവാൻ പാടില്ല. I got a message that was forwarded to me. I'll just read that to you because it touched me. It might touch you also. എനിക്ക് ഒരാൾ അയച്ചു തന്ന, ഫോർവേഡ് ചെയ്ത് തന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് വായിച്ചു തരാം. കാരണം അതെന്നെ സ്പർശിച്ചു, ഒരുപക്ഷെ നിങ്ങളെ സ്പർശിച്ചേക്കാം. It may be uncomfortable. I'll read it to you now. ഇപ്പോൾ ഞാനത് വായിച്ചു കേൾപ്പിക്കാം. It may be uncomfortable. ഒരുപക്ഷെ അത് സൗകര്യപ്രദമല്ലായി തോന്നിയേക്കാം. It may be unfair. ഒരുപക്ഷെ അത് അന്യായമായി തോന്നിയേക്കാം. You may not like it. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. But God is in control. എന്നാൽ ദൈവമാണ് നിയന്ത്രിക്കുന്നത്. Keep obeying. അനുസരിച്ചുകൊണ്ടേയിരിക്കുക. Your time is coming. നിന്റെ സമയം വരുന്നു. It's not his time is coming. Your time is coming. അവന്റെ സമയമല്ല വരുന്നത്, നിന്റെ സമയമാണ് വരുന്നത്. What time is that? എന്താണ് ആ സമയം? The time when you are going to be exalted to the throne. നിങ്ങൾ ആ സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെടേണ്ടതായ സമയം. The time when you are going to be changed into the bride of Christ. നിങ്ങൾ ക്രിസ്തുവിന്റെ മണവാട്ടിയായി രൂപാന്തരപ്പെടേണ്ടുന്ന സമയം. The time when you are going to participate in the end time revival. അന്ത്യകാല ഉണർവിൽ നിങ്ങൾ പങ്കാളികളായി തീരേണ്ടുന്ന സമയം. The time when your prison doors are going to be opened and you are going to be set at liberty. നിങ്ങളുടെ കാരാഗൃഹത്തിന്റെ വാതിലുകളെ തുറന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കേണ്ടുന്ന സമയം. The time when your shackles are going to be loosed and you are going to experience the liberty that is in Christ Jesus. നിങ്ങളുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണ് ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യത്തെ നിങ്ങൾ അനുഭവിക്കേണ്ടുന്ന സമയം. The time when Jordan is going to divide before you and you are going to cross it. Jordan is going to divide before you are going to cross it. നിങ്ങൾക്ക് മുമ്പായി യോർദാൻ രണ്ടായി പിളർന്ന് നിങ്ങൾ അത് മറികടക്കുവാൻ പോകുന്ന സമയം. If you believe it, close your eyes. ഇത് വിശ്വസിച്ചാൽ കണ്ണുകളെ അടയ്ക്കാം. We have reached a time when God is going to do many things. നാം ആ സമയത്തിലെത്തിയിരിക്കുന്നു. ദൈവം പല കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു. The church is going to get into dark times and into bright times. സഭ ഇരുട്ടുള്ള സമയത്തിലേക്കും പ്രകാശമാനമായ കാലത്തേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. Some are going to fall away, some are going to be offended, some are going to blame the church and go away. ചിലർ വീണുപോകും, ചിലർ ഇടറിപ്പോകും, ചിലർ ഇടർച്ച വന്ന് സഭയെ കുറ്റം പറയും. But those who use their trials wisely, എന്നാൽ തങ്ങളുടെ പരീക്ഷകളെ ജ്ഞാനത്തോടെ ഉപയോഗിക്കുന്നവർ, those who ask these questions and synchronize with God, ഈ ചോദ്യങ്ങൾ ചോദിച്ച് ദൈവവുമായിട്ട് ഒന്നായി തീരുന്നവർ, they will shine. അവർ പ്രകാശിക്കും. They will triumph. അവർ ജയാളികളാകും. They will walk forward. അവർ മുന്നേറി പോകും. Jordan will be divided before them. അവരുടെ മുമ്പാകെ യോർദാൻ രണ്ടായി പിളർക്കും. How many of you believe this? നിങ്ങൾ എത്ര പേർ ഇത് വിശ്വസിക്കും? How many of you will surrender to this? നിങ്ങൾ എത്ര പേർ ഇതിനായി സമർപ്പിക്കും? How many of you say, Lord, I want wisdom to go through my battles? കർത്താവേ, എനിക്ക് എന്റെ യുദ്ധങ്ങൾ കൂടെ കടന്നു പോകാൻ ജ്ഞാനം വേണമെന്ന് എത്ര പേർ പറയും? When Jordan comes, I want to stand with the saints. യോർദാൻ വരുമ്പോൾ എനിക്ക് വിശുദ്ധന്മാരുടെ കൂടെ നിൽക്കണം. Give me the grace to carry my cross boldly. എന്റെ ക്രൂശ് ധൈര്യത്തോടെ ചുമക്കുവാൻ ആവശ്യമായ ധൈര്യം എനിക്ക് തരണമേ. Give me the grace to overcome evil with good. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാൻ ആവശ്യമായ ഉറപ്പും ധൈര്യവും എനിക്ക് തരണമേ. Jesus, the captain of our host, is standing in our midst. നമ്മുടെ സൈന്യങ്ങളുടെ അധിപനായ യേശു നമ്മുടെ മധ്യേ നിൽക്കുന്നു. And he's watching all of us. അവൻ നമ്മെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. Those who want wisdom in war. യുദ്ധത്തിൽ ജ്ഞാനം ആവശ്യമുള്ളവർക്ക്. Those who want the key to your problems. നിങ്ങളുടെ പ്രശ്നത്തിന്റെ താക്കോൽ ആർക്ക് ആവശ്യമുണ്ട്? Those who want to use these foolish weapons and overcome the devil. ഈ യുദ്ധത്തെ പിശാചിനെ ജയിക്കുവാൻ ഈ ബുദ്ധിഹീനമായ ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്. Those who want to be with the saints when they cross Jordan. യോർദാൻ കടക്കുമ്പോൾ വിശുദ്ധന്മാരുടെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്. Lift up your hands. അങ്ങനെയുള്ള കരമുയർത്തിയാട്ടെ. Let Jesus see your hands lifted up. യേശു നിങ്ങളുടെ കരം ഉയർന്നിരിക്കുന്നത് കാണട്ടെ. He who overcame all things is going to lead you. സകലത്തെ ജയിച്ചവൻ നിങ്ങളെ വഴി നടത്തുവാൻ പോകുന്നു. He who conquered death and the grave is going to lead you. മരണത്തെ പാതാളത്തെ ജയിച്ചവൻ നിങ്ങളെ നടത്തുവാൻ പോകുന്നു.
He who proves Satan under his feet is going to lead you. കാൽക്കീഴിൽ സാത്താനെ ചതച്ചവൻ നിങ്ങളെ നടത്തുവാൻ പോകുന്നു. You are going to get an anointing now. ഇപ്പോൾ നിങ്ങൾക്കൊരു അഭിഷേകം വരും. An anointing that is going to lead you. നിങ്ങളെ നടത്തുവാൻ പര്യാപ്തമായ ഒരു അഭിഷേകം. There might be a Jordan in your path. നിങ്ങളുടെ വഴിയിൽ ഒരു യോർദാൻ ഉണ്ടായിരിക്കാം. But after this anointing, when you go back, ഈ അഭിഷേകത്തോടുകൂടി നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ, when your feet touches the water, നിങ്ങളുടെ പാദം വെള്ളത്തെ തൊടുമ്പോൾ, that Jordan is going to stand away. ആ യോർദാന്റെ ഒഴുക്ക് നിൽക്കും. You are going to walk on dry ground. നിങ്ങൾ ഉണങ്ങിയ നിലത്തൂടെ കടക്കും. Oh death, where is your sting? മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? Oh grave, where is your victory? പാതാളമേ, നിന്റെ ജയം എവിടെ? Thank you, Jesus. Nima karaba shaba karamana. Thank you, Jesus. Sirama shaba karama. Niyarama shaba kalama shaba karama. Thank you, Jesus. Yes, Stotram, yes, thank you, Lord. Rama shaba kalama karamana. Amen. Close your eyes. Don't open your eyes. ആരും കണ്ണു തുറക്കേണ്ട, കണ്ണുകളെ അടയ്ക്കുവിൻ. Who is that great person standing before you? Who is that person standing before you? നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്ന വലിയ വ്യക്തി അവരാരാണ്? He is Jesus, the captain of the host. അവൻ യേശുവാണ്, സൈന്യങ്ങളുടെ അധിപനായ യേശു. He is Jesus, your lover and bridegroom. നിങ്ങളുടെ സ്നേഹിതനും നിങ്ങളുടെ മണവാളനുമായ യേശുവാണ്. He wants to hold your hand. അവൻ നിന്റെ കരം പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. Give him your hand. നിങ്ങളുടെ കരം അവന് കൊടുത്താട്ടെ. He will lead you through the waters. അവൻ നിങ്ങളെ വെള്ളത്തിൽ കൂടെ നടത്തും. By his grace you will reach Canaan safely. അവന്റെ കൃപയാൽ നിങ്ങൾ സുരക്ഷിതമായി കനാനിൽ എത്തുക തന്നെ ചെയ്യും. എന്റെ ആയുസിന്ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി, എന്റെ ആയുസിന്ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കും തിരുമാറിൽ മറന്നിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരി